പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവെ നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും വളരെയധികം സുഖമായിരിക്കുന്നു, ഇല്ലെങ്കിൽ ആയിരിക്കുന്ന എല്ലാവരും വളരെയധികം സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സ്തോത്രം. നമുക്ക് ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങൾ നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പിതാവായ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യുന്നു. നിത്യനും കാരുണ്യവാനും ദയാശീലുമായ ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. പുത്രനായ യേശുവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യുന്നു, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് യേശുവേ, അങ്ങയുടെ തിരുവചനം അരുളി ചെയ്യുന്നുണ്ടല്ലോ, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവാൻ, എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നന്ദി സ്തുതിയും അർപ്പിക്കുവാൻ, അതാണല്ലോ നിങ്ങളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം. അതേ കർത്താവേ, സ്തോത്രം. കർത്താവേ, ഇന്നൊരു ദിവസം നൽകി പ്രഭാതം മുതൽ ഈ സമയം വരെ ഞങ്ങളെ കാത്തു പരിപാലിച്ചതിനായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദീർഘായുസ് നൽകിയതിനായി നന്ദിയോട് സ്തുതിക്കുന്നു. ഞങ്ങളുടെ ആയുസ്സുകളെല്ലാം അങ്ങ് കാത്തു പരിപാലിച്ചതിനായി നന്ദിയോട് സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് അങ്ങയുടെ തിരുവചനം, അങ്ങയുടെ മാറ്റമില്ലാത്ത തിരുവചനം, അങ്ങയുടെ ജീവനുള്ള തിരുവചനം ഇന്ന് ഞങ്ങൾക്ക് കേൾക്കുവാനുള്ള ഒരു അവസരം നൽകി അനുഗ്രഹിച്ചതിനായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ തിരുവചനം അരുളി ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളുമാകുന്നു, ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നു, അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. കർത്താവ് യേശുവേ, മുന്തിരിവള്ളിയാകുന്ന അങ്ങയോട് ശാഖകളാകുന്ന കൊമ്പുകളാകുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കർത്താവെ, ഈ ദാസനെയും അതുപോലെ യൂട്യൂബിൽ നിൽക്കുന്ന റാണി സിസ്റ്ററെയും അതുപോലെ ഈ ചാനലിൽ എല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കൊമ്പുകളാകുന്ന ശാഖകളാകുന്ന ഞങ്ങളെ അങ്ങയോടൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ടിരിക്കുന്നതിനായി നന്ദിയോട് സ്തുതിക്കുന്നു. അപ്പാ, നന്ദിയോട് സ്തുതിക്കുന്നു. കർത്താവെ, അങ്ങയുടെ തിരുവചനം അരുളി ചെയ്യുന്നുണ്ടല്ലോ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നും. അതേ കർത്താവെ, ഇന്ന് അനേകം മക്കൾ കർത്താവെ പല ദുഃഖത്താലും ഭാരത്താലും പ്രയാസത്താലും രോഗത്താലും തകർന്ന ജീവിത അവസ്ഥയാലും കർത്താവെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന മക്കളെ എല്ലാം തുടരണമേ, സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർ ഏത് ആവശ്യത്തിന് വേണ്ടിയാണോ അങ്ങയുടെ തിരുസന്നിധിയിൽ കനിനീരോടെ മുട്ടുകൾ മടക്കിയിരിക്കുന്നത്, ശ്രദ്ധയോടെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്നത്, കർത്താവെ സ്തോത്രം, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ വചനം, പാറയെ തകർക്കുന്ന കൂടത്തേക്കാൾ ശക്തിയേറിയ വചനം, സങ്കീർത്തനം 107:20 പറയുന്നുണ്ടല്ലോ, അവിടെ നിന്റെ വചനം അയച്ച് അവരെ സൗഖ്യപ്പെടുത്തിയെന്നു. അതേ കർത്താവെ, ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓരോ മക്കളെയും സ്പർശിക്കണമേ, തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തികൾ കർത്താവെ ഓരോ മക്കളെയും അങ്ങ് അനുഗ്രഹിക്കണേ പ്രാർത്ഥിക്കുന്നു. വിടുതലിന്റെ കർത്താവെ, അനുഗ്രഹത്തിന്റെ കർത്താവെ, ഓരോ ശാന്തിയുടെ സമാധാനത്തിന്റെ നിമിഷങ്ങൾ ആയി മാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമേ, ഓരോ മക്കളും തുടരണമേ, സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും തുടർന്ന് ഈ വചനം ചിന്തിക്കുമ്പോഴും എല്ലാം അങ്ങയുടെ ആത്മാവ് ഈ മക്കളിൽ പരിവർത്തിച്ച് ഈ മക്കളെ അനുഗ്രഹത്തിന്റെ വിടുതലിന്റെ അവസ്ഥയിലേക്ക് കൊണ്ടുപോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്നതിന് തടസ്സമായി സൃഷ്ടിക്കുന്ന പല തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന പിശാചിന്റെ സാത്താന്റെ എല്ലാ ബന്ധനങ്ങളെയും നാസറേയനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ദാസൻ ശാസിച്ചു ബന്ധിച്ച് ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ലിങ്കിൽ ജോയിൻ ചെയ്ത് ശ്രദ്ധയോടെ ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും യേശുവിന്റെ രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ഇത് കേൾക്കുന്ന പ്രിയ ദൈവവിശ്വാസികളെ, കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ഇതേ സമയം മെസ്സേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഒരു മെസ്സേജ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ മെസ്സേജ് വളരെ ശ്രദ്ധിച്ചതിന് ശേഷം അനേകം മക്കൾ സാക്ഷ്യപ്പെടുത്തിയായിരുന്നു. ധാരാളം പേര് വിളിച്ചു പറഞ്ഞായിരുന്നു. അനേകം മക്കൾക്ക് വിടുതൽ സംഭവിച്ചിട്ടായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം 31 വർഷമായിട്ട് തന്നെ ഒരു വ്യക്തിയുടെ ഒരു വിശ്വാസിയുടെ സാക്ഷ്യമായിരുന്നു. ഏകദേശം 31 വർഷത്തോളം ആ വിശ്വാസിക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കാൻ പറ്റാതെ, പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കാനായിട്ട് മുട്ടുകൾ മടക്ക് കണ്ണുകൾ അടയ്ക്കുമ്പോൾ ആ വിശ്വാസിയുടെ കഴുത്തിൽ ഒരു സർപ്പം ചുറ്റിയിരിക്കുന്നത് പോലത്തെ ഒരു അവസ്ഥ, അവർക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. എന്നാൽ ബന്ധനങ്ങൾ, അഭിഷേകം മുഖത്തെ ഒടിക്കും എന്നുള്ള കഴിഞ്ഞ ആഴ്ചത്തെ ആ ടോപ്പിക് പ്രസംഗത്തിൽ അവർ ശ്രദ്ധയോടെ ദൈവവചനം കേട്ടുകൊണ്ടിരുന്നു. ആ വിശ്വാസി തിരിച്ച് മെസ്സേജ് തരികയായിരുന്നു, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള യാതൊരു തടസ്സങ്ങളും ഒരു ബന്ധനങ്ങളും ഇപ്പോൾ അവിടെ ദൃഷ്ടിയിൽ വരുന്നില്ല, ഓർമ്മയിൽ വരുന്നില്ല, കാഴ്ചയിൽ വരുന്നില്ല എന്ന്.
ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അങ്ങനെ കൂടെ പല പല വിശേഷങ്ങൾ, പല സൗഖ്യങ്ങൾ വ്യക്തികൾ വെളിപ്പെടുത്തിയായിരുന്നു. മെന്റൽ ഹോസ്പിറ്റലിൽ കിടന്ന മാനസികമായ അസ്വസ്ഥതയുള്ള ഒരു വ്യക്തിക്ക് അടക്കം ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ചെയ്ത് പരിപൂർണ സൗഖ്യം കിട്ടിയതായിട്ട് പോലും സാക്ഷ്യമായിട്ട് അറിയാൻ സാധിച്ചു. ഒന്നും നമ്മുടേതായ കഴിവല്ല, എല്ലാം ദൈവത്തിന്റെ മഹത്വം, കർത്താവ് യേശു ക്രിസ്തുവിന്റെ മഹത്വം. നമ്മൾ ദൈവത്തിന്റെ വചനം ഉയർത്തുമ്പോൾ ദൈവം പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിക്കും, ദൈവം വിടുതൽ കൊടുക്കുക തന്നെ ചെയ്യും. ഇത് കൂടാതെ പല അവസ്ഥകളും സാക്ഷ്യങ്ങളായിട്ട് പറഞ്ഞു വന്നു. ആത്മീയ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ തടസ്സമായിരുന്ന പല മക്കളും മടങ്ങി വന്നതായിട്ട് പറഞ്ഞു. വചനം വായിക്കുവാനുള്ള ഒരു അറിവ് കിട്ടിയതിനെ സംബന്ധിച്ചും അവർ പല വ്യക്തികളും പറയാൻ സാധിച്ചു. അങ്ങനെ ദൈവമഹത്വത്തിനായി അനേകം മക്കൾ സാക്ഷ്യപ്പെടുത്തിയ മെസ്സേജുകളായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇത് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ കഴിഞ്ഞതിലുള്ള മെസ്സേജിൽ കൂടിയോ നിങ്ങൾക്ക് ഏതെല്ലാം വിടുതലുകൾ കിട്ടിയിട്ടുണ്ടോ, നിങ്ങൾ ആരും മറച്ചു വെക്കരുത്. ഒരു കാരണവശാലും മറച്ചു വെക്കരുത്. നിങ്ങൾ ചെറിയൊരു തലവേദന ആയിരിക്കാം, അന്ന് ആ തലവേദനയുടെ തുടക്കത്തിൽ തന്നെ തലവേദനയുടെ ഒരു ദൂത് നൽകിയായിരുന്നു. പക്ഷെ അത് മെസ്സേജ് കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ ഒരു സഹോദരി വിളിച്ചു മെസ്സേജ് നൽകിയിരുന്നു. അത് അവർക്കാണ് സംഭവിച്ചത് എന്ന് അവർ പറഞ്ഞിരുന്നു. പറയാൻ കാര്യം, നിങ്ങൾക്ക് ഏതെങ്കിലും ഈ കഴിഞ്ഞ മെസ്സേജിലോ ഈ മെസ്സേജിലോ നിങ്ങൾക്ക് ഏതെങ്കിലും സൗഖ്യങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ ഒരു കണ്ണുവേദന ആയിരിക്കാം, ചെവി വേദന ആയിരിക്കാം, തലവേദന ആയിരിക്കാം, ഒരു ഷോൾഡർ വേദന ആയിരിക്കാം, XOR-Y, ചിലപ്പോൾ ഹൃദയ സംബന്ധമായ വേദനകളായിരിക്കാം, ഹാർട്ടിന്റെ പ്രശ്നങ്ങളായിരിക്കാം, ലിവറിന്റെ പ്രശ്നം, നിങ്ങൾക്ക് ഏതിൽ നിന്നാണോ ഒരു ചെറിയൊരു മോചനങ്ങളും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും റാണി സിസ്റ്ററെ നിങ്ങൾ അറിയിക്കേണ്ടതാണ്. കാരണം റാണി സിസ്റ്റർ മഹത്വത്തിന് വേണ്ടിയല്ല, എന്റെയും മഹത്വമല്ല, ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാണ്. നിങ്ങൾ ഉറപ്പായിട്ട് അറിയിച്ചിരിക്കുക തന്നെ വേണം. അപ്പോൾ അങ്ങനെ അറിയിക്കുമ്പോൾ ആ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുകയും ആ വിഷയങ്ങൾക്ക് വേണ്ടി വീണ്ടും നിങ്ങളുടെ മറ്റുള്ള വിഷയങ്ങൾക്ക് വേണ്ടി വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ദൈവം അത് കാണുകയും അറിയുകയും നിങ്ങൾ അനേക വർഷങ്ങളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ മേൽ ദൈവം വിടുതലുകൾ അയക്കുക തന്നെ ചെയ്യും. കാരണം ആ വ്യക്തിക്ക് ചെറിയൊരു വിടുതൽ കൊടുത്തപ്പോൾ തന്നെ, സൗഖ്യം കൊടുത്തപ്പോൾ തന്നെ, ഒരു ആശ്വാസം കൊടുത്തപ്പോൾ തന്നെ ദൈവത്തിന്, കർത്താവ് യേശു ക്രിസ്തുവിന് മഹത്വം കൊടുത്തത് കൊണ്ട് ദൈവം വീണ്ടും അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തുക തന്നെ ചെയ്യും. ഇത് കേൾക്കുന്ന പ്രിയ വിശ്വാസികളെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വിടുതൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കാതെ നിങ്ങൾ ഒരു കാരണവശാലും മറച്ചു വെക്കരുതേ. ഹല്ലേലൂയ, സ്തോത്ര, ഹല്ലേലൂയ. തുടർന്ന് നിങ്ങൾക്ക് ഈ പ്രബോധനം നൽകിയതിനു ശേഷം നമ്മൾ ഇന്നത്തെ വചന ചിന്തയ്ക്കായിട്ട് കടക്കുകയാണ്. ഇന്ന് നമ്മൾ പ്രസംഗിക്കുന്ന വിഷയം, ടോപ്പിക്കായിട്ടുള്ള വിഷയം, കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവം. അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് സമൂഹത്തിലും ഒത്തിരി വ്യക്തികൾ പല വിഷയങ്ങളായിട്ട് നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മക്കളെ ഓർത്ത്, ജീവിത പങ്കാളിയെ ഓർത്ത്, പിന്നെ ജോലിയില്ലാത്ത അവസ്ഥയെ ഓർത്ത്, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെ ഓർത്ത്, ശാന്തിയില്ലാത്ത, സമാധാനമില്ലാത്ത അവസ്ഥയെ ഓർത്ത്, പല വിഷയങ്ങളെ ഓർത്ത് ഇന്ന് അനേകം ജനങ്ങൾ ഈ കൂട്ടായ്മയിൽ ഇരിക്കുന്ന വ്യക്തികളടക്കം, സ്തോത്രം, പല വിഷയത്തിൽ അവർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദിയോട് സ്തുതിക്കുന്ന സ്തോത്രം. ഹല്ലേലൂയ. ഈ മെസ്സേജ് പാസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ദൈവം ചില വ്യക്തികളെ തൊടാൻ തുടങ്ങി. ദൈവം ചില വ്യക്തികളെ കണ്ടു കഴിഞ്ഞു. സ്തോത്രം. ദൈവം ചില വിഷയങ്ങളിൽ ദൈവം ഇടപെടാൻ തുടങ്ങി. ഹല്ലേലൂയ. യേശുവേ നന്ദിയോട് സ്തുതിക്കുന്നു. ആദ്യമേ തന്നെ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് ഇടപെടാൻ തുടങ്ങി. സാമ്പത്തിക വിഷയം പറഞ്ഞതേ ഉള്ളൂ. കർത്താവ് പറയുകയാണ്, സാമ്പത്തികമായി തകർന്ന് ഒരു രക്ഷയുമില്ലാതെ തകർന്ന് അടിഞ്ഞിരിക്കുന്ന, ഇനി ഒരു ആത്മഹത്യ സ്റ്റേജേ ഉള്ളൂ, ഇനി സൂയിസൈഡ് സ്റ്റേജേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, നിലവിളിയോടെ കരച്ചിലോടെ ഇരിക്കുന്ന ഒരു വ്യക്തിയോട് കർത്താവ് സംസാരിക്കുകയാണ്. സ്തോത്രം. ഈ വിഷയം പറഞ്ഞപ്പോ തന്നെ കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവം അതിനെക്കുറിച്ച് പ്രസംഗിക്കാനായിട്ട് പ്രബോധനം നൽകിയപ്പോൾ തന്നെ ദൈവം ഇടപെടുകയാണ്. പ്രിയ വിശ്വാസി, ഇത് കേൾക്കുന്ന വിശ്വാസി, നീ ഒരു കാരണവശാലും അരുതാത്ത പ്രവർത്തിക്ക് നീ പോകണ്ട. ഈ ശുശ്രൂഷ കഴിയുമ്പോഴേക്കും ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതകരമായ ഒരു വിടുതൽ അയച്ചിരിക്കും. സ്തോത്രം.
സാമ്പത്തികമായ വിഷയത്തിൽ നീ തകർന്നിരിക്കുന്ന വ്യക്തി, ദൈവം ഇന്ന് രാത്രി നിന്നെ തൊടാൻ പോവുകയാണ്. ഈ മെസ്സേജ് കേൾക്കുമ്പോൾ തന്നെ നിന്നിൽ അത്ഭുതകരമായ ഒരു സാമ്പത്തിക വിഷയത്തിന്മേൽ ദൈവം ഇടപെടൽ നൽകുകയാണ്. ഫിലിപ്പിയർ 4:19 പറയുന്നു, എന്റെ ദൈവം തന്റെ സമ്പത്വത്തിന്റെ മഹത്വത്തിൽ നിന്നും കർത്താവ് യേശുക്രിസ്തു വഴി നിനക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. സ്തോത്രം. ഇത് കേൾക്കുന്ന പ്രിയ വിശ്വാസി, ആത്മഹത്യയുടെ സ്റ്റേജിൽ നിൽക്കുന്ന വിശ്വാസി, ആ ദൈവത്തിന്റെ സമ്പത്തിൽ ആവശ്യമുള്ളതെല്ലാം ഉണ്ട്. ആ ഗോഡൌണിൽ നിനക്ക് തരാനുള്ള പണം എല്ലാം ഉണ്ട്. അത് കർത്താവ് യേശുക്രിസ്തു വഴി നിനക്ക് തരിക തന്നെ ചെയ്യും. നീ ഇന്ന് രാത്രി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമെങ്കിൽ നിന്റെ സാമ്പത്തിക വിഷയത്തിന് വേണ്ടി നീ കരഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ നിനക്കുന്നൊരു വിടുതൽ ഉറപ്പായിട്ട് സംഭവിച്ചിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പാ, നന്ദിയോട് സ്തുതിക്കുന്നു. നമുക്ക് മെസ്സേജിലേക്ക് മടങ്ങി വരാം. സ്തോത്രം. ഹല്ലേലൂയ. കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവം, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവം. നീ ഏത് വിഷയത്തിൽ മേലാണോ ഈ നിമിഷം വരെയും നീ കണ്ണുനീർ വാർത്തുകൊണ്ടുന്നത്, കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, പ്രിയ വിശ്വാസികളെ, നിന്നോട് ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ദൂതൻ നിന്റെ മുൻപിൽ വന്ന് പറയുകയാണ്, പ്രിയ വിശ്വാസി, നീ ഇത്രയും നാൾ കരഞ്ഞത് മതി, ഇനി നീ കരയേണ്ട, നിന്റെ കണ്ണീർ ഞാൻ ഒപ്പുകയാണ്, തുടച്ചെടുക്കുകയാണ്. സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായം 8-ാം വാക്യം. സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയും. യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടയ്ക്കുകയും തന്റെ ജനത്തിന്റെ നിന്ന സകല ഭൂമിയിൽ നിന്നും നീക്കിക്കളയും ചെയ്യും. യഹോവയല്ലോ അരുളി ചെയ്തിരിക്കുന്നത്, യഹോവയല്ലോ നിങ്ങളോട് ഇപ്പോൾ യഹോവയുടെ വചനമല്ലോ നിങ്ങളോട് ഇപ്പോൾ സംസാരിച്ചത്. സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് അവിടെ അറിയാൻ സാധിക്കുന്നുണ്ട്, ബാബിലോണിയ സാമ്രാജ്യത്തിന്റെ അടിമത്വത്തിൽ നിന്നും ഇസ്രായേൽ മക്കൾ ബാബിലോണിയ സാമ്രാജ്യത്തിന്റെ അടിമത്തത്തിലോട്ട് പോയി. എന്നാൽ ആ അടിമത്വത്തിൽ നിന്നും മടക്കി കൊണ്ടുവന്ന സമയം ഇസ്രായേൽ ജനം ദൈവത്തെ സ്തുതിച്ചു പറയുന്നതാണ് ഈ അധ്യായം, 25-ാം അധ്യായം. ബാബിലോണിയ സാമ്രാജ്യത്തിന്റെ അടിമത്വത്തിൽ നിന്നും മടങ്ങി വന്ന ഇസ്രായേൽ ജനം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയുന്നതാണ് 25-ാം അധ്യായം. ഓക്കെ, നമുക്ക് വചനത്തിലോട്ട് വരാം. ഇവിടെ പറയുകയാണ്, ഇവിടെ ആ വചനത്തിൽ 3 കാര്യങ്ങളെ കുറിച്ച് വളരെ ശ്രദ്ധയോടെ ഇരിക്കണമേ. ഒരു വീട്ടിലിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ ഇരിക്കരുത്. ഒരു ആലയത്തിൽ ദൈവവചനം, വീണ്ടും പറയുന്നു, കഴിഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീട്ടിലിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഇരിക്കരുത്. ഒരു ആലയത്തിൽ ദൈവവചനം ഏറ്റെടുക്കുന്ന രീതിയിൽ നിങ്ങൾ ഇരിക്കണം. ഇരുന്നാൽ മാത്രമേ നിങ്ങളിൽ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ. ദാറ്റ് മീൻസ് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ നിങ്ങളുടെ ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുക. ഹല്ലേലൂയ. ഇവിടെ 3 കാര്യങ്ങളെ കുറിച്ച് പറയുകയാണ്. 1, മരണം നീക്കിക്കളയുന്നു. അവൻ മരണത്തെ സദാകാലത്തേക്കും നീക്കിക്കളയുന്നു. 1-ാമത്തെ കാര്യം. 2-ാമത്തെ കാര്യം, സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടയ്ക്കുന്നു. സ്തോത്രം. 3-ാമത്തെ കാര്യം, 2-ാമത്തെ കാര്യം, കണ്ണുനീർ സകല മുഖങ്ങളിൽ നിന്നും നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കുന്നു. 3-ാമതായി പറയുന്നു, നിന്റെ സകല നിന്ദകളും ദൈവം നീക്കിക്കളയുന്നു. സ്തോത്രം. അത് 3 ടോപ്പിക്കാണ് പ്രസംഗിക്കുന്നത്. 3 ടോപ്പിക് പ്രസംഗിക്കുകയാണ്. പക്ഷേ ആ 3 ടോപ്പിക്ക് നമുക്ക് പ്രസംഗിക്കാനുള്ള സമയമില്ല. ദൈവം അനുവദിക്കുമെങ്കിൽ നമുക്ക് മറ്റുള്ള ടോപ്പിക്കിൽ വീണ്ടും വരുന്ന ദിവസങ്ങളിൽ പ്രസംഗിക്കാം. ഇന്ന് നിങ്ങളോട് പറയുന്ന ടോപ്പിക്ക് കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവം. 2-ാമതായി പറയുകയാണ്, യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടയ്ക്കുന്നു. പ്രിയ വിശ്വാസികളെ, പൂർണ്ണ വിശ്വാസത്തോടെ, പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുക, വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഈ ശുശ്രൂഷ കഴിയുമ്പോഴേക്കും, ഈ വചനത്തിന്റെ പ്രബോധനം കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഏത് വിഷയത്തിൽ മേലാണോ നീ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഏത് വിഷയത്തിൽ മേലാണോ നീ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നത്, ആ കണ്ണുനീർ, ആ വിഷയത്തിന് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ണുനീർ ദൈവം ഉറപ്പായിട്ട് തുടച്ചു മാറ്റുക തന്നെ ചെയ്യും. മനുഷ്യനല്ല തുടയ്ക്കുന്നത്, ദൈവം തുടച്ചു മാറ്റുക തന്നെ ചെയ്യും. നീ വിശ്വാസത്തോടെ ഇട്ടിരുന്നോ, വിശ്വാസത്തോടെ ഏറ്റെടുത്തോ, വിശ്വാസത്തോടെ ഏറ്റെടുത്ത കർത്താവേ ഞാൻ ഇന്ന് പല വിഷയങ്ങൾക്ക് വേണ്ടി
കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പല പല പ്രാർത്ഥനാ വിഷയങ്ങളിൽ ഞാൻ ഏറ്റെടുത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ദൂത് കേൾക്കുമ്പോഴേക്കും, ഈ വചനം കേൾക്കുമ്പോഴേക്കും, കർത്താവെ എനിക്ക് പരിപൂർണമായി എന്നെ വിടുവിക്കണമേ, എന്റെ കരച്ചിൽ ഇന്ന് ആ വിഷയത്തിൽ മേൽ മാറ്റി തരണമേ എന്ന് നിലവിളിയോടെ നീ പ്രാർത്ഥിക്കുമെങ്കിൽ ഈ ശുശ്രൂഷ കഴിയുമ്പോഴേക്കും തന്നെ നിന്റെ കണ്ണിനുള്ള കണ്ണുനീർ ദൈവം തുടച്ചെടുത്തിരിക്കും, തുടച്ചു മാറ്റിയിരിക്കും. സ്തോത്രം. കർത്താവെ നന്ദിയോട് സ്തുതിക്കുന്നപ്പ ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ, യേശുവിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. വീണ്ടും നമ്മൾ മുന്നിലോട്ട് പോവുകയാണ്. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം വായിക്കുമ്പോൾ നമുക്ക് അവിടെ അറിയാൻ സാധിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം നമ്മൾ അവിടെ വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അവിടെ കാണുന്നു, അബ്രഹാമിന്റെ ഭവനത്തിൽ നിന്നും, എല്ലാവർക്കും അറിയാവുന്നതാണ്, അബ്രഹാമിന്റെ ഭവനത്തിൽ നിന്നും അബ്രഹാമിന്റെ ദാസിയായിരുന്ന ഹാഗാറിനെയും അബ്രഹാമിൽ കൂടി ആ ദാസിയിൽ ജനിച്ച ഇസ്മയിലിനെയും പുറത്താക്കി കളയുന്നു. ജെനിസിസ് ചാപ്റ്റർ 21 വേഴ്സ് 9. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം 9, 10 വാക്യം. മിസ്രൈമി ദാസി ഹാഗാർ അബ്രഹാമിന് പ്രസവിച്ച മകൻ പരിഹാസി എന്ന് സാറ കണ്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മിസ്രൈമി ദാസി എല്ലാവർക്കും അറിയാവുന്ന വചനഭാഗമാണ്. ആ മിസ്രൈമി ദാസിയായിരുന്ന ഹാഗാറിനെ അബ്രഹാമിൽ കൂടി, സ്വന്തം ഭാര്യയല്ല, ദാസിയാണ്, ആ അബ്രഹാമിൽ കൂടി ആ ദാസിൽ പ്രസവിച്ച മകൻ പരിഹാസി എന്ന് സാറ കണ്ടു. അബ്രഹാമിനോട് ഈ ദാസിയെയും മകനെയും പുറത്താക്കി കളയുക. സ്തോത്രം. ഈ ദാസിയെയും മകനെയും പുറത്താക്കി കളയുക. ഈ ദാസിയുടെ മകൻ എന്റെ മകൻ ഇസഹാക്കിനോട് കൂടി അവകാശി ആകരുത്. അതായത് സാറയുടെ ഉദരത്തിൽ നിന്ന് അവർക്കൊരു മകനെ കിട്ടിയപ്പോൾ, ഇസഹാക്കിനെ കിട്ടിയപ്പോൾ ഇസ്മായിൽ അവിടെ അധിക പറ്റാണ്. ദാസിൽ കൂടി ജനിച്ച മകനാണ് ഇസ്മായിൽ. അപ്പോൾ ഇസഹാക്കിനോടൊപ്പം അവകാശി ആകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാറ അബ്രഹാമിനോട് പറയുകയാണ്, ഹാഗാറിനെയും ഇസ്മായിലിനെയും ഇവിടെ നിന്ന് പുറത്താക്കിക്കൊള്ളുക, നമ്മുടെ ഭവനത്തിൽ നിന്ന്, നമ്മുടെ ആലയത്തിൽ നിന്ന് പുറത്താക്കാനായിട്ട് അബ്രഹാമിനോട് പറയുകയാണ്. സ്തോത്രം. വീണ്ടും അതിന്റെ 14 മുതൽ 19 വാക്യം വായിക്കാമോ? അബ്രഹാം 14 മുതൽ 19 വാക്യം ശ്രദ്ധിച്ചുകൊള്ളുക. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗാറിനെയും തോളിൽ വെച്ച് കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു. അവൾ പുറപ്പെട്ടു പോയി ബർശബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, ഞാൻ എന്ത് ചെയ്തിട്ട്? ഒരു മരുഭൂമി, എന്റെ കുഞ്ഞുണ്ട്, ഞാനുണ്ട്, മരുഭൂമിയിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല, ആഹാരമില്ല. ഈ കുഞ്ഞിന് എവിടെ നിന്ന് ആഹാരം കൊടുക്കും? ഈ കുഞ്ഞിന് എവിടെ നിന്ന് വെള്ളം കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇതുമില്ലാതെ, ഒരു ഗത്യന്തരമില്ലാതെ, ഒരു മുന്നിലോട്ടൊരു കാഴ്ചയില്ലാതെ ആ ബർശബ മരുഭൂമിയിൽ ഹാഗാറും ഇസ്മായിലും ഉഴന്നു നടന്നു, അലഞ്ഞ് തിരിഞ്ഞു നടന്നു, ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ. സ്തോത്രം. പ്രിയ വിശ്വാസികളെ, ദൈവവചനം കേൾക്കുന്ന പ്രിയ വിശ്വാസികളെ, ദൂതേറ്റെടുത്തോളുക. ഈ ഹാഗാറിന്റെ അവസ്ഥയിലാണോ നിന്റെ ജീവിതം? ഈ ഹാഗാറിന്റെ അവസ്ഥയിലാണോ ഇന്ന് ഈ ദൈവവചനം കേൾക്കുന്ന നിങ്ങളുടെ അവസ്ഥ? സ്തോത്രം. സ്വന്തമായി ഭവനമില്ല, സ്വന്തമായി ഒരു വസ്തുവില്ല, സ്വന്തമായി ജോലിയില്ല. സ്തോത്രം. രോഗങ്ങളാണ്, ഭാരങ്ങളാണ്. എന്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും? എന്റെ മക്കൾ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല, അനുസരണം കെട്ട മക്കളായി നിൽക്കുന്നു. എന്റെ ഭർത്താവ് അനുസരണമില്ലാത്തൊരു ഭർത്താവായി നിൽക്കുന്നു. എന്റെ ഭാര്യ അനുസരണമില്ലാത്ത ഭാര്യയായി നിൽക്കുന്നു. നിങ്ങൾ ഏത് വിഷയത്തിലാണോ ഇന്ന് ഉഴഞ്ഞു നടക്കുന്നത്, അലഞ്ഞു നടക്കുന്നത്, നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്, അതേ അവസ്ഥയിലാണ് ഹാഗാറും അന്ന് ഇസ്മായിലിനെയും കൊണ്ട് മരുഭൂമിയിൽ ഉഴഞ്ഞു നടന്നത്, അലഞ്ഞു നടന്നത്. സ്തോത്രം. വളരെ ശ്രദ്ധയോടെ ഇരിക്കണമേ, വളരെ ശ്രദ്ധയോടെ ഇരിക്കണമേ. നിങ്ങളുടെ ഹൃദയം ഇപ്പോൾ വരേണ്ടത്, നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ വരേണ്ടത് വീട്ടിലെ ചിന്തകളോ, നാളത്തെ ചിന്തകളോ, കഴിഞ്ഞുപോയ ചിന്തകളോ അല്ല വരേണ്ടത്. നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ഓരോരുത്തരെയും മനസ്സ് ഇപ്പോൾ ഹാഗാറിന്റെ മനസ്സ് പോലെ വരട്ടെ. ആ ഹാഗാറിന്റെ അവസ്ഥയിലോട്ട് നിങ്ങളുടെ ഹൃദയം മറിയട്ടെ, നിങ്ങളുടെ ചിന്തകൾ മറിയട്ടെ. ഹാഗാറിന്റെ അവസ്ഥ പോലെ ഞാനാണ് എന്റെ കുഞ്ഞുമായി മരുഭൂമിയിൽ ഉഴഞ്ഞു നടക്കുന്നുവെങ്കിൽ എന്റെ അവസ്ഥ എന്താകുന്നു?
ആ അവസ്ഥയിലോട്ട് നിങ്ങളുടെ മൈൻഡ് തിരിച്ചു പിടിക്കുക. സ്തോത്രം. 15-ാം വാക്യം. തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം, അബ്രഹാം കൊടുത്തുവിട്ട തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം അവൾ കുട്ടിയെ ഇസ്മേലിനെ ഒരു കുറുങ്കാട്ടിൽ തണലിൽ കൊണ്ടിട്ടു. സ്തോത്രം. 16-ാം വാക്യം. അവൾ പോയി അതിനെതിരെ ഒരു അമ്പൻപാട് ദൂരത്തിരുന്നു. കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞു എതിരെ ഇരുന്ന് ഉറക്കെ കരഞ്ഞു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ആ ബർശബ മരുഭൂമിയിൽ വെള്ളമില്ലാതെ ആഹാരമില്ലാതെ വിശന്ന് വലയുന്ന ആ കുഞ്ഞിനെ ഒരു കുറ്റിക്കാട്ടിൽ, ഒരു കൊടുങ്കാട്ടിൽ, കുറ്റിക്കാട്ടിൽ കൊണ്ടിട്ടിട്ട് ആ കുഞ്ഞിന്റെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഹാഗാർ ഉറക്കെ കരഞ്ഞു. സ്തോത്രം. എന്നെ ഇത് ശ്രവിക്കുന്ന പ്രിയ വിശ്വാസികളെ, ഈ ദൈവവചനം കേൾക്കുന്ന പ്രിയ വിശ്വാസികളെ, നിങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെ ഓർത്ത്, ദുഃഖങ്ങളെ ഓർത്ത്, പ്രയാസങ്ങളെ ഓർത്ത്, കഷ്ടതകളെ ഓർത്ത്, സമാധാനമില്ലാത്ത അവസ്ഥയെ ഓർത്ത്, ഹാഗാറിനെ പോലെ നീ ഇരിക്കുന്ന അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് നീ കരയാൻ തയ്യാറാണോ? സ്തോത്രം. നീ കരയാൻ തയ്യാറാണോ? കഷ്ടതയെ ഓർത്തുകൊണ്ട് നിന്റെ കുടുംബത്തിൽ അനുഭവിക്കുന്ന സ്തോത്രം. ഹല്ലേലൂയ. ഈ ദൈവവചനം കേൾക്കുമ്പോൾ തന്നെ ദൈവാത്മാവ് എന്നോട് സംസാരിക്കുന്നു. മക്കളുടെ ഇപ്പോൾ നടക്കുന്ന ജീവിതങ്ങളെ ഓർത്തുകൊണ്ട്, മക്കൾ ഇപ്പോൾ നടക്കുന്ന ജീവിതങ്ങളെ ഓർത്തുകൊണ്ട് അനേകം അമ്മമാർ ഹാഗാറിനെ പോലെ ഉറക്കെ കരയുകയാണ്. കർത്താവേ, എന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ കരയുന്നു. എന്റെ കുട്ടികളുടെ വഴിവിട്ട ജീവിതങ്ങളെ ഓർത്തുകൊണ്ട് ഞാൻ കരയുന്നു എന്ന് അനേകം അമ്മമാർ നിലവിളിച്ച് കരയുന്ന രംഗം പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തറിയാണ്. കരയണം പ്രിയ വിശ്വാസികളെ, കരയണം. ഹാഗാർ കരഞ്ഞതുപോലെ ഇസ്മയിലിന്റെ മരണം കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ ഹാഗാർ നിലവിളിച്ച് കരഞ്ഞതുപോലെ അവിടെ പറയുന്നു, ഇരുന്ന് ഉറക്കെ കരഞ്ഞു. പ്രിയ ദൈവവിശ്വാസികളെ, ദൈവവചനം കേൾക്കുന്ന പ്രിയ ദൈവവിശ്വാസികളെ, പരിസരം നോക്കാതെ, കുടുംബത്തിൽ ആരെല്ലാം ഉണ്ട് എന്ന് നിങ്ങൾ നോക്കാതെ, നിങ്ങൾ തിരിഞ്ഞും മറിഞ്ഞും ഒന്നും നോക്കാതെ, നിങ്ങൾ ഏത് വിഷയത്തിലാണോ ഇപ്പോൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? സ്തോത്രം. നിങ്ങൾ ഏത് വിഷയത്തിൽ മേലാണോ? ഹല്ലേലൂയ. യേശുവെ നന്ദിയോട് സ്തുതിക്കുന്നപ്പ, നന്ദിയോട് സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ഈ ദൈവവചനം കേൾക്കുമ്പോൾ തന്നെ ഒരു ക്യാൻസർ രോഗത്താൽ ഭാരപ്പെട്ട് നിലവിളിയോട് കരയുന്ന ഒരു സഹോദരിയുടെ കരച്ചിൽ ദൈവം കണ്ടു. സ്തോത്രം, സ്തോത്രപ്പാ, സ്തോത്രം. ആ ഹാഗാർ മരുഭൂമിയിൽ നിലവിളിച്ച് കരഞ്ഞതുപോലെ, ഉറക്കെ കരഞ്ഞതുപോലെ ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരി ക്യാൻസർ രോഗത്താൽ വളരെയധികം വേദന അനുഭവപ്പെടുന്ന, വളരെയധികം സങ്കടപ്പെടുന്ന ആ രോഗിയുടെ കരച്ചിൽ, ആ സഹോദരിയുടെ കരച്ചിൽ ദൈവം കണ്ടു. പ്രിയ സഹോദരി, നിന്റെ വലം കരം നീ ഇപ്പോൾ അവിടെ വെക്കാമോ? നിന്റെ വലം കരം നിന്റെ ക്യാൻസർ ഭാഗത്ത് വെക്കാമോ? നസ്രായന യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദാസൻ പ്രാർത്ഥിക്കുന്നു. നസ്രായന യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദാസൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ആണിപ്പാടാർന്ന കരങ്ങൾ ആ മകളുടെ കരങ്ങളിൽ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ മകളുടെ കരങ്ങളിൽ തൊട്ട് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രപ്പാ, സ്തോത്രം കർത്താവേ. ഈ നിമിഷം അങ്ങയുടെ ശക്തിയേറിയ വചനം, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ വചനം, പാറയെ തകർക്കുന്ന കൂടത്തേക്കാൾ ശക്തിയേറിയ വചനമയച്ച് സൗഖ്യപ്പെടുത്തുന്ന ആ വചനം, ദൈവത്തിന്റെ വചനം ഇപ്പോൾ സ്തോത്രം, 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 സ്തോത്രം കർത്താവേ. സഹോദരനെ തൊട്ടുകൊണ്ടിരിക്കുന്നതിനായി, ആ സഹോദരനെ സ്പർശിച്ചുകൊണ്ടിരിക്കുന്നതിനായി നന്ദിയോട് സ്തുതിക്കുന്നപ്പ. ഇപ്പോൾ ഒരു വിടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിനായി, ഇപ്പോൾ ഒരു സൗഖ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിനായി നന്ദിയോട് സ്തുതിക്കുന്നു. നാസറേൻ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ദാസൻ കർത്താവേ, സ്തോത്രം, ആ രോഗത്തെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നീ ഇപ്പോൾ സൗഖ്യം വ്യാപരിക്കട്ടെ നിന്നിൽ. യേശുവിന്റെ നാമത്തിൽ ക്യാൻസറിന്റെ എല്ലാ സിംറ്റംസും വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ നിമിഷം മുതൽ നിന്നിൽ സൗഖ്യം വ്യാപരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. സ്തോത്രപ്പാ, സ്തോത്രം. ദൈവം വിടുതൽ നൽകിയാൽ ഒരു വിടുതലാണ്. ദൈവം തുറന്നാൽ ദൈവം തുറന്നു തന്നെയാണ്. വിശ്വാസത്തോടെ ഏറ്റെടുത്തോ. ദൈവം നിന്നെ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ആ ക്യാൻസറിന്റെ എല്ലാ സിംറ്റംസുകളും ദൈവം കരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ നന്ദിയോട് സ്തുതിക്കുന്നപ്പാ. മടങ്ങി വരാം, വചനത്തോട് മടങ്ങി വരാം. കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞു എതിരെ ഇരുന്ന് ഉറക്കെ കരഞ്ഞു.
ഇത് കേൾക്കുന്ന ദൈവവിശ്വാസികളെ, ആ ഹാഗാറിനെ പോലെ നിങ്ങളും ഈ ഭവനത്തിൽ നിന്ന് ഇപ്പോൾ കരയാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങളെയും ഉറപ്പായിട്ട് തൊടുക തന്നെ ചെയ്ത ഇപ്പോൾ ആ ക്യാൻസർ രോഗിയെ തൊട്ടതുപോലെ, ഈ ക്യാൻസർ രോഗികളെ തൊട്ടതുപോലെ കർത്താവേ സ്തോത്രപ്പ ഹല്ലേലൂയ, ദൈവാത്മാവ് വെളിപ്പെടുത്തരികയാണ്. ആ ദൈവത്തിന്റെ കരം അനേകം മക്കളെ, സ്തോത്രം, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അനേകം മക്കളെ സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അനേകം മക്കളെ, ജോലി നഷ്ടപ്പെട്ടു, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നിലവിളിയോടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ കർത്താവ് കാണുന്നു. സ്തോത്രം, അനേകം വ്യക്തികളെ കർത്താവ് കാണുകയാണ്. സ്തോത്രം, തൊട്ടുകൊണ്ടിരിക്കുകയാണ്, വിടുതൽ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്, അനുഗ്രഹങ്ങൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ, നസ്രാൻ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവ് യേശുവിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. 17-ാം വാക്യം. ദൈവം ബാലന്റെ നിലവിളി കേട്ടു. സ്തോത്രം, ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ദൈവത്തിന്റെ ദൂതൻ ആകാശത്തുനിന്ന് ഹാഗാറിനെ വിളിച്ചു. അവളോട്, ഹാഗാറേ, നിനക്ക് എന്ത്? നീ ഭയപ്പെടേണ്ട. ബാലനിരിക്കുന്നിടത്ത് നിന്ന് അവന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്ത വിശ്വാസികളെ, പ്രിയ വിശ്വാസികളെ, ഈ ദൈവവചനം കേൾക്കുന്ന വിശ്വാസികൾ നിങ്ങൾ ഏറ്റെടുത്തോ. ഹല്ലേലൂയ. സ്തോത്രം. ആ ബെർശബ മരുഭൂമിയിൽ ഹാഗാറിന്റെ നിലവിളി കേട്ട ദൈവം ഹാഗാറിനോട് ചോദിക്കുകയാണ്, ഹാഗാറെ, നീ എന്തിനു നിലവിളിക്കുന്നു? സ്തോത്രം. പ്രിയ ദൈവവിശ്വാസികളെ, നിങ്ങളിപ്പോൾ ഹാഗാറിനെ പോലെ നിലവിളിക്കുമെങ്കിൽ നിങ്ങളുടെ മുഖത്ത് നോക്കി ചോദിക്കും, ഏ സാറാമ സുശ്രേ, നീ എന്തിന് കരയുന്നു? സാറാമ സുശ്രേ, നിന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ദൈവത്തിന്റെ ദൂതൻ ആകാശത്തു നിന്ന് ഹാഗാറിനെ വിളിച്ചു, ഹാഗാറേ, നിനക്ക് എന്ത്? നീ എന്തിനു കരയുന്നു? നീ എന്തിനു നിലവിളിക്കുന്നു? നീ എന്തിനു കരയുന്നു? സ്തോത്രം. പ്രിയ വിശ്വാസികളെ, നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുന്നു. വിശ്വാസത്തോടെ ഏറ്റെടുത്തു. നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നീ നിലവിളിക്കാൻ തയ്യാറായാൽ, ഇന്ന് രാത്രിയിൽ നീ ഇരിക്കുന്ന സ്ഥലത്തിരുന്നോണ്ട് നീ നിന്റെ വിഷയത്തിൽ മേൽ നിലവിളിക്കാൻ നീ തയ്യാറായാൽ, ആ ബെർശബ മരുഭൂമിയിൽ ഇറങ്ങിയ ദൈവത്തിന്റെ ദൂതൻ നിന്റെ അടുക്കൽ ഇറങ്ങുക തന്നെ ചെയ്യും. ഏറ്റെടുത്തോ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ദൂതൻ നിന്റെ അടുക്കൽ ഇറങ്ങുക തന്നെ ചെയ്യും. നീ മാത്രമല്ല ഇരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നീ മാത്രമല്ല ഇപ്പോൾ ഇരിക്കുന്ന, നിന്റെ അടുക്കൽ ഒരു ദൈവത്തിന്റെ ദൂതൻ കൂടെ ഇരിക്കുകയാണ്. നാലാമതനായി ആ 3 പേരുടെ നടുവിൽ ഒരു ദൂതനെ ദൈവം ഇറക്കിയതുപോലെ നീ ഇന്ന് ഇരിക്കുന്ന നിന്റെ അടുക്കൽ, നിങ്ങളുടെ നടുവിൽ ഒരു ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങിയിരിക്കുകയാണ്. സ്തോത്രം. നിലവിളിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചോ. ആ ഹാഗാറിനോട് വിളിച്ച ദൈവത്തിന്റെ ദൂതൻ നിങ്ങളുടെയും വിളിക്കുകയാണ്, ഹാഗാറേ, നീ എന്തിന് നിലവിളിക്കുന്നു? നീ ഭയപ്പെടേണ്ട. നീ ഏത് വിഷയത്തിൽ മേലാണോ, പ്രിയ വിശ്വാസികളെ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. നിങ്ങൾ ഏത് വിഷയത്തിൽ മേലാണോ ഭാരപ്പെടുന്നത്, ഏത് വിഷയത്തിൽ മേലാണോ ദുഃഖിക്കുന്നത്, ഏത് വിഷയത്തിൽ മേലാണോ നീ കരയുന്നത്, നീ കരയണ്ട. നീ കരയണ്ട. മതി. നിന്റെ കരച്ചിൽ മതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ ഭയപ്പെടേണ്ട. ബാലൻ ഇരിക്കുന്നിടത്ത് അവന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. 18-ാം വാക്യം. നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചുകൊള്ളുക. ഞാൻ അവനെ വലിയൊരു ജാതിയാക്കും. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, നസ്രാൻ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദാസൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവവിശ്വാസികളെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവിശ്വാസികളെ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണോ? സ്തോത്രം. ഹല്ലേലൂയ. ആ ഹാഗാറിനോട് പറഞ്ഞതുപോലെ, ദൈവത്തിന്റെ ദൂതൻ ഹാഗാറിനോട് പറഞ്ഞതുപോലെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തിയാൽ നിങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ മക്കൾക്ക് വേണ്ടി കരയുകയാണോ, പ്രാർത്ഥിക്കുകയാണോ? നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവിനെ പറയുകയാണ്, നിങ്ങളുടെ മക്കളെ ചെന്ന് എടുത്ത് എഴുന്നേൽപ്പിച്ചു കൊള്ളുക. നിങ്ങളുടെ മക്കളെ വലിയൊരു ജാതിയാക്കും.
സ്തോത്രപ്പാ സ്തോത്രം. ഇസ്മായിലിനെ വലിയൊരു ജാതിയാക്കുമെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തം കൊടുത്തതുപോലെ പ്രിയ ദൈവവിശ്വാസികളെ, നിങ്ങളെ മുഖത്ത് നോക്കിയതാ ദൈവത്തിന്റെ ദൂതൻ പറയാണ്, പ്രിയ മകനെ, പ്രിയ മകളെ, നിന്റെ മകനെ, നിന്റെ മകളെ ഞാൻ വലിയൊരു ജാതിയാക്കും. സ്തോത്രം. പലരും നിന്റെ കുട്ടികളെ അധിക്ഷേപിച്ചിട്ടിരുന്നോ, നിന്ദിച്ചിട്ടിരുന്നോ, പുച്ഛിച്ചിട്ടിരുന്നോ, അവർക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞിരുന്നോ, അവർക്ക് നല്ലൊരു മാർഗമില്ലെന്ന് പറഞ്ഞിരുന്നോ. എന്നാൽ അത് മാറ്റുക. നീ അവർക്ക് വേണ്ടി കരയുമെങ്കിൽ നിന്റെ മക്കളെ വലിയൊരു ജാതിയാക്കുക തന്നെ ചെയ്യും. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ. 19-ാം വാക്യം. ദൈവം അവളുടെ കണ്ണു തുറന്നു. ഹല്ലേലൂയ. സ്തോത്രപ്പാ സ്തോത്ര. ഹല്ലേലൂയ. ആ ബർശബ മരുഭൂമിയിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നുകൊണ്ട്, ആ മരുഭൂമികരമായ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഹാഗാർ നിലവിളിച്ചപ്പോൾ, ഏറ്റെടുത്തോ ദൂതുകൾ, കരങ്ങളടിച്ച് ഏറ്റെടുത്തോ, ശക്തിയോടെ കരങ്ങളടിച്ച് ഏറ്റെടുത്തോ. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പ ആ മരുഭൂമിയിൽ നിന്നുകൊണ്ട് ഹാഗാർ നിലവിളിച്ച് കുഞ്ഞിന് വേണ്ടി കരഞ്ഞപ്പോൾ ദൈവം അവളുടെ കണ്ണു തുറന്നു. സ്തോത്രം. ഏറ്റെടുത്ത പ്രിയ വിശ്വാസികളെ, ഇന്ന് നിങ്ങൾ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ രോഗകരമായ അവസ്ഥകൾക്ക് വേണ്ടി, സാമ്പത്തികമായ തകർച്ചകൾക്ക് വേണ്ടി നിങ്ങൾ കണ്ണുനീരോടെ നിലവിളിക്കുകയാണോ? നിങ്ങൾ കണ്ണുനീരോടെ കരയുകയാണോ? ദാ ജീവിക്കുന്ന ദൈവം, ഹാഗാറിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, ഈ സൃഷ്ടപ്രപഞ്ചങ്ങളെല്ലാം സൃഷ്ടിച്ച രാജാവായ യേശു കർത്താവ്, യഹൂദ ഗോത്രത്തിലെ സിംഹമായ ദൈവം, സമാധാനത്തിന്റെ പ്രഭുവായ ദൈവം, ആ രാജാവ് യേശു കർത്താവ്, നിങ്ങളുടെ വിഷയത്തിൽ മേൽ ദൈവം ഇന്ന് കണ്ണു തുറക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം അവളുടെ കണ്ണു തുറന്നു. ഹാഗാറിന്റെ കണ്ണു തുറന്നതുപോലെ നിങ്ങളുടെയും കണ്ണു തുറക്കുകയാണ്. സ്തോത്രം. കണ്ണു തുറക്കുമ്പോൾ ഭയങ്കരമായ സന്തോഷത്തിന്റെ സമയമാണ്. അതെ, നിങ്ങൾ പല പ്രാർത്ഥനാ വിഷയത്തിൽ മേൽ നിങ്ങൾ കണ്ണു തുറക്കുമ്പോൾ നിങ്ങൾ ഭയങ്കരമായ സന്തോഷത്തിന്റെ ഒരു സമയം മാറാനായി പോവുകയാണ്. അവൾ കണ്ണു തുറന്നു. അവൾ ഒരു നീരുറവ കണ്ടു. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തി തരുന്ന ദൈവം. സ്തോത്രപ്പാ. ഹല്ലേലൂയ. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തി തരുന്ന ദൈവം. ഇത് എങ്ങനെ സാധിക്കും? ഇത് എവിടെ നിന്ന് സംഭവിക്കും എന്ന് നീ ചിന്തിക്കണ്ട. ദൈവം പറയുകയാണ്, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തി തരുന്ന ദൈവമാണ് നമ്മൾ ദൈവം. ആ മരുഭൂമിയിൽ അവൾ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ആ മരുഭൂമിയിൽ ഒരു നീരുറവ ദൈവം തുറന്നു കൊടുത്തത് അവൾ കണ്ടു. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ കർത്താവെ നന്ദിയോട് സ്തുതിക്കുന്നപ്പം, നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവെ, ഏറ്റെടുത്തോ, ധൈര്യമായിട്ട് ഏറ്റെടുത്തോ. ഹല്ലേലൂയ. വരും ദിവസങ്ങളിൽ ഹല്ലേലൂയ, നിന്റെ കുടുംബത്തിൽ, നിന്റെ ഉദ്യോഗ മേഖലകളിൽ, നിന്റെ മക്കളുടെ മേൽ, നിന്റെ ജീവിത പങ്കാളിയുടെ മേൽ, നിന്റെ രോഗത്തിന്റെ മേൽ, നിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുമേൽ ദൈവം ഒരു നീരുറവ തുറക്കാൻ പോവുകയാണ്. ഉറപ്പായിട്ട് ദൈവം ഒരു നീരുറവ തുറക്കാൻ പോവുകയാണ്. ഹാഗാറിന്റെ ദൈവം തന്നെയാണ് നമ്മുടെ ദൈവം. സ്തോത്രം. ദൈവം തുറന്നാൽ ദൈവം തുറന്നു തന്നെയാണ്. അത് ആർക്കും അടയ്ക്കാൻ സാധിക്കത്തില്ല. ഇന്നും ദൈവം തുറന്ന ആ നീരുറവ ഇന്നും ഗൾഫ് രാജ്യത്തുണ്ട്. സ്തോത്രം. സ്തോത്രപ്പാ സ്തോത്രം. ഇന്നും ഗൾഫ് രാജ്യത്തുണ്ട്. അത് ഇതുവരെയും അടച്ചിട്ടില്ല. ഒരു വേനൽക്കാലത്തും അതിലെ വെള്ളം വറ്റിയിട്ടില്ല. ദൈവം തുറന്നാൽ അത് തുറന്നത് തന്നെയാണ്. പ്രിയ വിശ്വാസികളെ, നിന്റെ കുടുംബത്തിൽ ഒരു നീരുറവ തുറന്നാൽ, അനുഗ്രഹത്തിന്റെ ഒരു നീരുറവ, വിടുതലിന്റെ ഒരു നീരുറവ, സൗഖ്യത്തിന്റെ ഒരു നീരുറവ, ശാന്തിയും സമാധാനത്തിന്റെ ഒരു നീരുറവ തുറന്നാൽ, ഓ സ്തോത്രം 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 കർത്താവേ, അത് തുറന്നത് തന്നെയാണ്. സ്തോത്രപ്പ. യേശുവിന്റെ നാമത്തിൽ എല്ലാവരും ശക്തിയോടെ കരങ്ങളടിച്ചാട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളുടെ മേലും ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്തോടെ ഏറ്റെടുത്തോ സഹോദരിമാരെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ സ്തോത്രപ്പാ സ്തോത്രം. 2 സ്ത്രീകളുടെ ബ്രസ്റ്റിലെ ട്യൂമർ, ആ ബ്രസ്റ്റിൽ ദൈവം ഒരു നീരുറവ എന്ന് തുറക്കുകയാണ് രാത്രി. ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ 2 സഹോദരിമാരുടെ ബ്രസ്റ്റുകളെ ദൈവത്തിന്റെ നീരുറവ തുറക്കുകയാണ്. 2 ബ്രസ്റ്റ് ട്യൂമർ രോഗികളെ ദൈവം പരിപൂർണമായിട്ടും സൗഖ്യപ്പെടുത്തുകയാണ്.
യേശുവിന്റെ നാമത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ. ദൈവത്തിന് കരങ്ങൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയോട്ടെ വിശ്വാസത്തോടെ. അതേ സഹോദരി നിനക്ക് തന്നെയാണ്, അതേ സഹോദരി നിനക്ക് തന്നെയാണ്. നീ വിശ്വാസത്തോടെ ഏറ്റെടുത്തോ. ബ്രസ്റ്റിൽ കരം വെച്ച് പ്രാർത്ഥിച്ചോ. നിന്റെ ബ്രസ്റ്റിൽ മുഴയുള്ള ഭാഗത്ത് നീ കരം വെച്ച് പ്രാർത്ഥിച്ചോ. അവിടെ ദൈവം ഒരു നീരുറവ തുറക്കാൻ പോകുകയാണ്. ഹാഗാറിന് തുറന്നു കൊടുത്ത നീരുറവ, ബർശബ മരുഭൂമിയിൽ ദൈവം തുറന്നു കൊടുത്ത നീരുറവ ഇന്ന് നിന്റെ ബ്രസ്റ്റിൽ നീരുറവ തുറക്കുകയാണ്. സ്തോത്രം. ഏറ്റെടുത്തോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നാസറേനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദാസൻ പ്രാർത്ഥിക്കുന്നു. ബ്രസ്റ്റിലെ ട്യൂമറുകൾ ഇപ്പോൾ അപ്രത്യക്ഷമാണ് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അപ്രത്യക്ഷമാണ് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവേ സ്തോത്രം. ഞാൻ ആത്മാവിൽ കാണുന്നു ആ ബ്രസ്റ്റിലെ ട്യൂമറുകൾ മഞ്ഞുകട്ട അലിഞ്ഞു പോകുന്നത് പോലെ, ഫ്രീസറിൽ ഇരിക്കുന്ന മഞ്ഞുകട്ട നമ്മൾ പുറത്തെടുക്കുമ്പോൾ ആ മഞ്ഞുകട്ട അലിഞ്ഞു പോകുന്നത് പോലെ ബ്രസ്റ്റിലെ ട്യൂമറുകൾ ഇപ്പോൾ അലിഞ്ഞു വെക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. വിശ്വാസത്തോടെ ഏറ്റെടുത്തോ. അത്ഭുതകരമായ വിടുതലുകൾ നിന്റെ ശരീരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്ഭുതകരമായ നീരുറവ നിന്റെ കുടുംബത്തിൽ ദൈവം തുറന്നുകൊണ്ടിരിക്കുകയാണ്. അത്ഭുതകരമായ നീരുറവ നിന്റെ മക്കളുടെ മേൽ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റെടുത്തോ. അത്ഭുതകരമായ നീരുറവ നിന്റെ സാമ്പത്തിക വിഷയത്തിൽ മേൽ ദൈവം തുറക്കുകയാണ്. സ്തോത്രപ്പ. ഹല്ലേലൂയ. യേശുവേ നന്ദിയോട് സ്തുതിക്കുന്നപ്പ, നന്ദിയോട് സ്തുതിക്കുന്നപ്പ. കർത്താവേ സ്തോത്രം. ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുക്കുന്നത് പോലെ, കിണറ്റിൽ നിന്ന് ദൈവാത്മാവ് വെളിപ്പെടുത്തലാണ്. കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുത്തത് പോലെ നിന്റെ കുടുംബത്തിൽ അനുഗ്രഹം നീ കോരിയെടുത്തോണ്ടിരിക്കുകയാണ്. വിശ്വാസത്തോടെ ഏറ്റെടുത്തോ. ഹല്ലേലൂയ. യേശുവേ നന്ദിയോട് സ്തുതിക്കുന്നു. ഹാഗാറിന്റെ കണ്ണുനീർ ദൈവം കണ്ടു. അതിന് ദിവസങ്ങൾ മാറ്റിവെച്ചില്ല, മാസങ്ങൾ മാറ്റിവെച്ചില്ല, വർഷങ്ങൾ മാറ്റിവെച്ചില്ല. ആ ഹാഗാറിന്റെ കണ്ണുനീർ കണ്ട ദൈവം ഉടൻ തന്നെ മറുപടിയും കൊടുത്തു. സ്തോത്രം. പ്രിയ വിശ്വാസികളെ, ഈ ദൈവവചനം കേട്ട് തീരുമ്പോഴേക്കും തന്നെ നിങ്ങളുടെയും ഒരു നീരുറവ, നിങ്ങളുടെയും കുടുംബത്തിലെ നീരുറവ ദൈവം തുറന്നിരിക്കും. നിങ്ങളുടെയും പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം നൽകുക തന്നെ ചെയ്യും. സ്തോത്ര. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പം. സങ്കീർത്തനം 119 അധ്യായം. ഇനി നമ്മളത് വ്യക്തിപരമായി പ്രാർത്ഥിക്കേണ്ട വിഷയമാണ്. വീണ്ടും നമ്മൾ വചനത്തിലോട്ട് വരും. സങ്കീർത്തനം 119 അധ്യായം 18-19 വാക്യത്തിൽ പറയുന്നു. സങ്കീർത്തനം 119 അധ്യായം 18-19 വാക്യത്തിൽ പറയുന്നു, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ സങ്കീർത്തനക്കാരൻ പറയണത്, നിന്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. 19 വാക്യം. ഞാൻ ഭൂമിയിൽ പരദേശിയാകുന്നു. എല്ലാവരും ഞാനിപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ഞാനൊരു പരദേശികളെ പോലെ ആയിരിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ, എല്ലാം തകർന്ന അവസ്ഥയിൽ, എല്ലാവരും നിന്ദിക്കപ്പെട്ട അവസ്ഥയിൽ, എല്ലാവരും എന്നെ നോക്കി ലജ്ജിക്കുന്ന രീതിയിൽ ഞാനൊരു പരദേശിയായിരിക്കുന്നു. ആർക്കും വേണ്ടാത്ത വ്യക്തി പോലെ ആയിരിക്കുന്നു. എല്ലാവരും എന്നെ പുച്ഛിച്ചിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയാണ്, ഞാൻ ഭൂമിയിൽ പരദേശിയാകുന്നു. നിന്റെ കൽപ്പനകളെ എനിക്ക് മറച്ചു വെക്കരുതേ. എന്തുകൊണ്ട് നീ പരദേശിയായിരിക്കുന്നു? എന്തുകൊണ്ട് നിനക്കൊരു വിടുതൽ കിട്ടുന്നില്ല? അതാണ് ചോദ്യം. നമ്മൾ നേരത്തെ വചനഭാഗത്തോട് മടങ്ങി വരും. ഇതാണ് നമ്മുടെ ചോദ്യം. എന്തുകൊണ്ട് ഞാൻ ഭൂമിയിൽ പരദേശിയായിരിക്കുന്നു? എന്തുകൊണ്ട് എന്നെ മറ്റുള്ളവർ തള്ളിയിട്ടിരിക്കുന്നു? എന്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല? എന്തുകൊണ്ട് മറ്റുള്ളവർ ലജ്ജിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് വന്നിരിക്കുന്നു? സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയാണ്, നിന്റെ കൽപ്പനകളെ എനിക്ക് മറച്ചു വെക്കരുതേ. സങ്കീർത്തനക്കാരൻ പറയണം, നിന്റെ കൽപ്പനകളെ എനിക്ക് മറച്ചു വെക്കരുതേ. അപ്പോൾ ദൈവത്തിന്റെ കൽപ്പനകൾ നമ്മൾക്കറിയാമെങ്കിലും, വിശുദ്ധിയും വേർപാടും മുങ്ങിസ്ഥാനവും എല്ലാം നമുക്കറിയാമെങ്കിലും, വചനപ്രകാരം നമുക്ക് എല്ലാം അറിയാമെങ്കിലും, മാനസാന്തരപ്പെട്ട ഒരു ജീവിതം, വിശുദ്ധിയും വേർപാടും പെട്ട ജീവിതം, പരിശുദ്ധത പ്രാപിക്കുക എന്നുള്ളൊരു ജീവിതം, ദൈവവചനത്തിന് മുൻതൂക്കം കൊടുക്കുക എന്നുള്ളൊരു ജീവിതം, ദൈവത്തോട് കൂടെ നടക്കുക എന്നുള്ള ജീവിതം, ഹല്ലേലൂയ, മുങ്ങി സ്ഥാനമെടുക്കുക എന്നുള്ള ദൈവ പ്രമാണം, ദൈവകൽപ്പന, സ്തോത്രം, യേശു എടുത്തതുപോലത്തെ സ്നാനം, ഇതെല്ലാം നമുക്കറിയാമെങ്കിലും നമ്മൾ അത് മറച്ചു വെച്ചിരിക്കുന്നു. സ്തോത്രം. കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും നമ്മളത് മറച്ചു വെച്ചിരിക്കുന്നു. സ്തോത്രം. അതുകൊണ്ടാണ് 18-ാം വാക്യത്തിൽ നിന്റെ ന്യായ പ്രമാണത്തിൽ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. ഞാൻ ഭൂമിയിൽ പരദേശിയായിരിക്കുന്നു. ഞാൻ ഭൂമിയിൽ കരയുന്നു, നിന്ദിക്കപ്പെട്ടിരിക്കുന്നു, പുച്ഛിക്കപ്പെട്ടിരിക്കുന്നു, രോഗീകരമായ അവസ്ഥകൾ വന്നിരിക്കുന്നു. എല്ലാവരും തള്ളപ്പെട്ട അവസ്ഥയിലായിരിക്കുന്നു. ഈ ഭൂമിയിലെ ജീവിതം തന്നെ എപ്പോ വേണമെങ്കിലും നഷ്ടപ്പെട്ടു പോകാമെന്ന അവസ്ഥയിൽ വന്നിരിക്കുന്നു. എന്തുകൊണ്ട്? നിന്റെ കൽപ്പനകളെ
ഞാൻ മറച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട്. ഓക്കെ, സ്തോത്രം. വീണ്ടും അതുകൊണ്ട് പ്രിയ വിശ്വാസികളെ, ഇത് കേൾക്കുന്ന പ്രിയ വിശ്വാസികളെ, ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കാൻ നിങ്ങൾ തയ്യാറാകണം. ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കാൻ നിങ്ങൾ തയ്യാറാണ്. വേർപാടും വിശുദ്ധി എല്ലാം സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനപ്രകാരം ജീവിച്ച് മുന്നോട്ട് പോയി മുങ്ങിസ്ഥാനം എല്ലാം എടുക്കാൻ നിങ്ങൾ തയ്യാറാകണം. സ്തോത്രം. വീണ്ടും നമുക്ക് വചനത്തിലോട്ട് വരാം. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 1 മുതലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ അറിയാൻ സാധിക്കുന്നുണ്ട്. യാക്കോബിന്റെ മകനായ യോസഫിനെ കാണാതെ ആയപ്പോൾ യാക്കോബ് വളരെയധികം വ്യസനപ്പെട്ടു, വളരെയധികം കരഞ്ഞു. ഞാൻ വീണ്ടും ഒന്നുകൂടി പറയാം. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം വായിക്കുമ്പോൾ 1 മുതലുള്ള ഭാഗം വായിക്കുമ്പോൾ യാക്കോബിന്റെ മകനായ യോസഫിനെ കാണാതെ വന്നപ്പോൾ യാക്കോബ് വളരെയധികം വ്യസനപ്പെട്ടു, വളരെ അധികം കരഞ്ഞു. അത് ആ യാക്കോബിന്റെ കരച്ചിൽ യോസഫിന് വളരെ അനുഗ്രഹപ്രദമായി. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 34 വായിച്ചാട്ടെ. യാക്കോബ് വസ്ത്രം കീറി അരയിൽ തെട്ടുശീല ചുറ്റി ഏറിയ നാൾ തന്റെ മകനെ ചൊല്ലി ദുഃഖിച്ചുകൊണ്ടിരുന്നു. യാക്കോബ് വസ്ത്രം കീറി. സ്തോത്രം. പഴയ കാലത്തുള്ള അനുഭവമാണ് പറയുന്നത്. യാക്കോബ് വസ്ത്രം കീറി. സ്തോത്രം. വസ്ത്രം കീറി. ഹല്ലേലൂയ. ഇനി വലിയ വസ്ത്രങ്ങളൊന്നും വേണ്ട, എന്റെ മകൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. വസ്ത്രം കീറി. അരയിൽ രുട്ടുശീല, പരുക്കൻ വസ്ത്രം, ആഡംബരശീല എല്ലാം മാറ്റിയിട്ട് വളരെ മുഷിഞ്ഞ പരുക്കൻ രുട്ടുശീല ആ അരയിൽ ചുറ്റി ഏറിയ നാൾ മകനെ ചൊല്ലി കരഞ്ഞു. ഏറിയ നാൾ 1-2 നാളല്ല, 1-2 മാസമല്ല, ഏറിയ നാൾ മകനെ ചൊല്ലി ദുഃഖിച്ചു കൊണ്ടിരുന്നു. പ്രിയ മാതാവേ, പ്രിയ പിതാവേ, ഈ ദൈവവചനം കേൾക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചോളണമേ. സ്തോത്രം. നിങ്ങൾ യാക്കോബിനെ പോലെയാണോ? നിങ്ങൾ യാക്കോബിന്റെ അവസ്ഥയിലാണോ? നിങ്ങളുടെ മക്കൾ വഴിവിട്ട ജീവിതത്തിലോട്ടാണോ? ഇന്നത്തെ തലമുറ വളരെയധികം വഴിവിട്ട ജീവിതത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും ചരസിന്റെ ഒക്കെ വഴിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മക്കൾ ഏതെങ്കിലും ദുർശീലത്തിൽ പോയിരിക്കുകയാണോ? നിങ്ങളുടെ മക്കൾ നിങ്ങൾ പറഞ്ഞിട്ട് കേൾക്കാത്ത അവസ്ഥയിൽ, അനുസരണക്കേടിന്റെ അവസ്ഥയിൽ വഴിവിട്ട ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണോ? നിങ്ങൾക്ക് അങ്ങനെ പോയിരിക്കുന്ന മക്കൾക്കുള്ള അങ്ങനെ പോയിരിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ദൂതാണിത്. ഏറ്റെടുത്തോളുക. യാക്കോബ് വസ്ത്രം കീറി അരയിൽ രുട്ടുശീല ചുറ്റി ഏറിയ നാൾ തന്റെ മകനെ ചൊല്ലി ദുഃഖിച്ചുകൊണ്ടിരുന്നു. ദുഃഖിച്ചു മീൻസ് അത് കരഞ്ഞുകൊണ്ടിരുന്നു. സ്തോത്രം. 35-ാം വാക്യം. അവന്റെ പുത്രന്മാരും യാക്കോബിന്റെ പുത്രന്മാരും പുത്രിമാരും എല്ലാം അവനെ ആശ്വസിപ്പിക്കാൻ വന്നു. യാക്കോബിന്റെ മറ്റുള്ള മക്കളും എല്ലാവരും യാക്കോബിനെ ആശ്വസിപ്പിക്കാനായിട്ട് വന്നു. അവനോ ആശ്വാസം കൈക്കൊള്ളാൻ മനസ്സില്ലാതെ എന്റെ മകൻ നഷ്ടപ്പെട്ടിരിക്കുന്നു, പിന്നെ നിങ്ങൾ വന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങും? ഞാൻ എങ്ങനെ മനസ്സമാധാനത്തോടെ ആഹാരം കഴിക്കും? ഞാൻ എങ്ങനെ മനസ്സമാധാനത്തോടെ ഞാൻ കഴിഞ്ഞു പോകും എന്ന് പറഞ്ഞും കൊണ്ട് അവൻ വളരെയധികം മനസ്സില്ലാതെ, ആശ്വാസം കൈക്കൊള്ളാൻ മനസ്സില്ലാതെ അവൻ ദുഃഖത്തോടെ എന്റെ മകന്റെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ അവന്റെ അപ്പൻ യോസഫിനെ ഓർത്ത് വളരെയധികം കരഞ്ഞുകൊണ്ടിരുന്നു. പ്രിയ മാതാക്കളെ, പ്രിയ പിതാക്കളെ, നിങ്ങളുടെ മക്കളെ ഓർത്തുകൊണ്ട്, നിങ്ങളുടെ മക്കളുടെ അവസ്ഥകളെ ഓർത്തുകൊണ്ട് വഴിവിട്ട ജീവിതങ്ങൾ നയിച്ചു പോകുന്ന മക്കളുടെ അപ്പനാണോ അമ്മയാണോ നിങ്ങൾ ആരോടും ഒരു കുറ്റവും പറയാതെ ഈ ദൈവത്തിന്റെ മുമ്പിൽ യാക്കോബിനെ പോലെ നിങ്ങൾ കരയുമെങ്കിൽ, നിങ്ങളും കരയുമെങ്കിൽ, സ്തോത്രം. ഹല്ലേലൂയ. യാക്കോബിന്റെ ദൈവം തന്നെയാണ് നമ്മുടെയും ദൈവം, യോസഫിന്റെ ദൈവം തന്നെയാണ് നമ്മുടെയും ദൈവം. സ്തോത്രം. കടത്തെ. ഹല്ലേലൂയ. 36-ാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ മിദ്യാന്യർ അവനെ മിസ്രയീമിൽ ഫറവോന്റെ ഒരു ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായ പോത്തിഫറിനെ വിറ്റു. എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ യാക്കോബ് ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ നിലവിളിയോടെ പ്രാർത്ഥിച്ചപ്പോൾ യോസഫ് ആ ഫറവോന്റെ കൊട്ടാരത്തിൽ അകപ്പെടുന്നു. സ്തോത്രം. അവൻ പൊട്ടക്കിണറ്റിൽ കിടക്കുമ്പോഴും, യോസഫ് പൊട്ടക്കിണറ്റിൽ കിടക്കുമ്പോഴും
യാക്കോബിന്റെ കരച്ചിൽ, യാക്കോബിന്റെ മനോവ്യസന, യാക്കോബിന്റെ കരച്ചിൽ ദൈവം കണ്ടു. ദൈവം കണ്ടു. സ്തോത്രം, സ്തോത്രപ്പ, ഹല്ലേലൂയ. ആ സ്വർഗത്തിലിരിക്കുന്ന ആ ദൈവം യാക്കോബിന്റെ കരച്ചിൽ കണ്ടുകൊണ്ട് പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന യോസഫിനെ പൊട്ടക്കിണറ്റിൽ നിന്നും കയറ്റിക്കൊണ്ട് ആ ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. സ്തോത്രം. അതിൽ തന്നെ ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം, ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം 38 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ സഹായിക്കുന്നുണ്ട്. തന്റെ ഭൃത്യന്മാരോട് ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ? അതിന്റെ പിറകോട്ടുള്ള പശ്ചാത്തലം എല്ലാം നിങ്ങൾക്കറിയാം. യോസഫ് ഫറവോന്റെ കൊട്ടാരത്തിലെത്തുന്നു. തുടർന്ന് പൊത്തിഫറിന്റെ ഭാര്യയിൽ കൂടിയുള്ള ഒരു പ്രശ്നത്താൽ യോസഫ് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്നു. സ്തോത്രം. ആ യോസഫ് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുമ്പോഴും വളരെ ശ്രദ്ധയോടെ ഏറ്റെടുക്കണമേ. ആ യോസഫ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ, അകപ്പെട്ട് കിടക്കുമ്പോൾ, ചങ്ങലയിൽ കിടക്കുമ്പോൾ, കാരാഗ്രഹത്തിൽ വസിക്കുമ്പോഴും, ആഹാരമില്ലാതെ, ശാന്തിയില്ലാതെ, സമാധാനമില്ലാതെ, കഷ്ടതയിൽ ആ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും ഒരു ആൾ യോസഫിന് വേണ്ടി കരയുന്നുണ്ടായിരുന്നു. ശ്രദ്ധിക്കണം, യോസഫിന് വേണ്ടി കരയുന്നുണ്ടായിരുന്നു. സ്തോത്രം. യോസഫിന് വേണ്ടി കരയുന്നുണ്ടായിരുന്നു. യോസഫ് കഷ്ടതയിൽ കിടന്നപ്പോൾ, യാക്കോബിന്റെ മകൻ യോസഫ് കഷ്ടതയിൽ കിടന്നപ്പോൾ, ദുഃഖത്തിൽ കിടന്നപ്പോൾ, ദുരിതത്തിൽ കിടന്നപ്പോൾ ആ യോസഫിന് വേണ്ടി കരയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, യാക്കോബ്. യാക്കോബിന്റെ കരച്ചിൽ ദൈവം കണ്ടു. ദൈവം ആലോചിച്ചു യോസഫിനെ എങ്ങനെ പുറത്തു കൊണ്ടുവരും, ദൈവം ആലോചിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. അത് ആ രാജാവിൽ തന്നെ, ഫറവോനിൽ തന്നെ, ആ ഫറവോൻ രാജാവിൽ തന്നെ പ്രവർത്തിക്കണം. സ്തോത്രം എന്ന് ദൈവം കണ്ടുകൊണ്ട്, സ്തോത്രം, ദൂതങ്ങൾ കൈമാറുകയാണ്. പ്രിയ മാതാവേ, പ്രിയ പിതാവേ, നീ നിന്റെ മകന് വേണ്ടി, നീ നിന്റെ മകൾക്ക് വേണ്ടി കരയുന്നുവെങ്കിൽ ആ കുഞ്ഞുങ്ങളെ എങ്ങനെ റിലീസ് ചെയ്ത് കൊണ്ടുവരണം, എങ്ങനെ ദുഷ്ട കൂട്ടുകെട്ടുകളിൽ നിന്ന്, ദുർനടപടികളിൽ നിന്ന്, ദുഷ്ട വഴികളിൽ നിന്ന് ആ കുഞ്ഞുങ്ങളെ എങ്ങനെ കൊണ്ടുവരണമെന്ന് ദൈവം ഒരു പോംവഴി കണ്ടെത്തും. ദൈവം ഒരു പോക്കുവഴി കണ്ടെത്തും. സ്തോത്രം. ആ യോസഫിന് വേണ്ടി യാക്കോബ് കരഞ്ഞപ്പോൾ യോസഫിനെ കാരാഗ്രഹത്തിൽ നിന്ന് എങ്ങനെ പുറത്തു കൊണ്ടുവരണമെന്ന് ദൈവം ആലോചിച്ചപ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, ആ ഫറവോൻ രാജാവിൽ ഒരു സ്വപ്നം കൊടുത്തു. സ്വപ്നം ആർക്കും വ്യാഖ്യാനിക്കാൻ സാധിക്കുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ ആ രാജാവിനോട് കൂടിയുള്ള പാനപാത്രവാഹകൻ പറഞ്ഞു, സ്തോത്രം, ഒരു സ്വപ്നം വ്യാഖ്യാനിക്കുന്ന ഒരുത്തൻ ജയിലിലുണ്ട്, ഒരു സ്വപ്ന വ്യാഖ്യാനക്കാരൻ ജയിലിലുണ്ട്, കാരാഗ്രഹത്തിലുണ്ട്. അവനെ റിലീസ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അവനെ സ്വതന്ത്രമാക്കി കൊണ്ടുവന്നാൽ രാജാവേ, അങ്ങ് കണ്ട സ്വപ്നം അവൻ വ്യാഖ്യാനിച്ചു തരും. സ്തോത്രം. ദൈവത്തിന്റെ പ്രവൃത്തി പോണോ നോക്കണമേ, ഹല്ലേലൂയ. സ്തോത്രപ്പ, സ്തോത്രം. ആ കാരാഗ്രഹത്തിൽ കിടന്ന രണ്ട് വ്യക്തികളും യോസഫിനെ മറന്നു. പക്ഷെ ദൈവം അപ്പോഴും മറന്നില്ല. കാരണം യോസഫിന് വേണ്ടി തന്റെ അപ്പനായ യാക്കോബ് കരയുന്ന ഒരാളുണ്ടായിരുന്നു. സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ഒരു വ്യക്തി കാരാഗ്രഹത്തിൽ കടന്നു. കാരാഗ്രഹത്തിൽ കിടക്കുന്നുണ്ട്. രാജാവേ, നീ ആ യോസഫിനെ റിലീസ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നീ കണ്ട സ്വപ്നം അവൻ വ്യാഖ്യാനിച്ചു തരും. സ്തോത്രം. യോസഫ് വ്യാഖ്യാനിച്ചു തരും. അങ്ങനെ ആ യോസഫ് കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വരുന്നു. ഫറവോന്റെ സ്വപ്നം അവൻ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നു. അതേപടി സംഭവിക്കുന്നു. അപ്പോൾ പറയുന്ന വാക്യമാണ്, ഫറവോൻ തന്റെ ഭൃത്യന്മാരോട്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ? സ്തോത്രം കർത്താവേ, ഹല്ലേലൂയ. സ്വന്തം സഹോദരൻ, അവിടെ വളരെ ശ്രദ്ധിക്കണമേ, ദൂതുകൾ കൈമാറുകയാണ്, ആത്മീയാർത്ഥങ്ങൾ വരികയാണ്, വ്യാഖ്യാനം വരികയാണ്. സ്വന്തം സഹോദരങ്ങൾക്ക് പോലും വേണ്ടാതെ, നാട്ടുകാർക്ക് പോലും വേണ്ടാതെ പൊട്ടക്കുഴിയിൽ തള്ളിയിട്ട ഒരു വ്യക്തി, പൊട്ടക്കുഴിയിൽ വീണ ഒരു വ്യക്തി, സ്തോത്രം, അവനെ അവിടെ നിന്ന് കയറ്റി ഒരു കൊട്ടാരത്തിൽ കൊണ്ടു ചെന്നപ്പോൾ ആ കൊട്ടാരത്തിലുള്ളവർക്ക് പോലും വേണ്ട. സ്തോത്രം. ആർക്കും വേണ്ട. അവനെ കാരാഗ്രഹത്തിൽ അടച്ചു. ആ കാരാഗ്രഹത്തിൽ കിടന്നവർക്ക് പോലും വേണ്ട, ആർക്കും വേണ്ട. ദൂതൻ ഏറ്റെടുത്തോണോ? ഹല്ലേലൂയ. പ്രിയ വിശ്വാസികളെ, നിന്റെ കുഞ്ഞുങ്ങളെ ഇന്ന് പലരും നിന്ദിക്കുകയാണോ, പുച്ഛിക്കുകയാണോ, തള്ളി മാറ്റിയിട്ടിരിക്കുകയാണോ? ഇന്ന് പല പൊട്ടക്കിണറ്റിലാണോ? ചിന്തിക്കേ. കാരാഗ്രഹ ജീവിതത്തിലെ അവസ്ഥയാണോ നിന്റെ മക്കൾ?
യോസഫിനെ പോലെ നീ കരയുന്ന വ്യക്തിയാണെങ്കിൽ, യോസഫിനെ പോലെ കരയുന്ന വ്യക്തിയാണെങ്കിൽ, നിന്റെ ബന്ധുക്കൾ, നിന്റെ ചാർച്ചക്കാർ, നിന്റെ കൂടെയുള്ളവർ, നിന്റെ വിശ്വാസികൾ, നിന്റെ സഹോദരങ്ങൾ ഒരു നിമിഷം നിന്റെ മുഖത്ത് നോക്കി ചോദിക്കും, നിന്റെ മകനെ പോലെയുള്ള ഒരു ദൈവാത്മാവുള്ള, നിന്റെ മകനെ പോലെയുള്ള, നിന്റെ മകളെ പോലെയുള്ള ദൈവാത്മാവുള്ള ഒരു കുട്ടിയെ എനിക്ക് കിട്ടുമോ, എനിക്കും കിട്ടുമോ? സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കിക്കോണം. ഹല്ലേലൂയ. യാക്കോബിനെ പോലെ നിങ്ങൾ നിലവിളിച്ച് കരയുമെങ്കിൽ, ഇന്ന് നിങ്ങളെ പുച്ഛിച്ചിട്ടിരിക്കുന്ന മക്കളെ നിർത്തിക്കൊണ്ട് തന്നെ നിങ്ങളോട് ചോദിക്കും, ആ വ്യക്തികൾ ചോദിക്കും, പുച്ഛിക്കുന്ന വ്യക്തികൾ ചോദിക്കും, ഈ കുട്ടികളെ പോലത്തെ ദൈവാത്മാവുള്ള ഒരു കുട്ടിയെ ഞങ്ങൾക്കും കിട്ടുമോ? അവർക്ക് വേണ്ടി കരയാൻ തയ്യാറാണോ? ഹാഗാറിനെ പോലെ, യാക്കോബിനെ പോലെ കരയാൻ തയ്യാറാണോ? കരയാൻ തയ്യാറായാൽ മക്കളുടെ വഴിവിട്ട ജീവിതങ്ങളെല്ലാം വിട്ടുമാറിക്കൊണ്ട് അവർ നേർവഴിയിൽ നടന്നു വരുന്നത് നിങ്ങൾ കാണാൻ സാധിക്കും. സ്തോത്രം. ഹല്ലേലൂയ. 39 വാക്യം. പിന്നെ ഫറവോൻ യോസഫിനോട്, നിന്നെ പോലെ വിവേകവും ജ്ഞാനവും ഉള്ളവൻ ഒരുത്തനുമില്ല. 40 വാക്യം. നീ എന്റെ ഗ്രഹത്തിന് മേലധികാരിയാകും. നീ എന്റെ ഗ്രഹത്തിന് മേലധികാരിയാകും. സ്തോത്രം. യോസഫിന് ആർക്കും വേണ്ട. കുഴിയിൽ കിടന്നപ്പോൾ ആർക്കും വേണ്ട. സ്വന്തം സഹോദരങ്ങളാണ് കൊണ്ട് തള്ളിയിട്ടത്, വിറ്റത് ആർക്കും വേണ്ട. ഫറവോന്റെ കൊട്ടാരത്തിലുള്ളവർക്ക് ആർക്കും വേണ്ട. എന്നാൽ എല്ലാവരും ഉപേക്ഷിച്ച, എല്ലാവരും തള്ളിയിട്ട, എല്ലാവരും നിന്ദിച്ച, എല്ലാവരും പുച്ഛിച്ച ആ യോസഫിനോട് പറയുകയാണ്, രാജാവ് പറയാണ്, നീ എന്റെ ഗ്രഹത്തിന്റെ മേലധികാരിയാകും. സ്തോത്രം. പ്രിയ വിശ്വാസികളെ, ഹല്ലേലൂയ. നിന്റെ മക്കളെ ഇന്ന് പുച്ഛിച്ചിട്ടിരിക്കുകയാണോ, തള്ളിക്കളഞ്ഞിരിക്കുകയാണോ, അധിക്ഷേപിച്ച് കളഞ്ഞിരിക്കുകയാണോ, ഇന്ന് അവർ കാരാഗ്രഹത്തിലാണോ, പൊട്ടക്കുഴിയിലാണോ, നീ അവർക്ക് വേണ്ടി കരയുമെങ്കിൽ സ്തോത്രം, നിന്റെ സമൂഹത്തിന്റെ മേലധികാരിയായി മാറും, നിന്റെ നാട്ടിന്റെ മേലധികാരിയായി മാറും. അവർ രാജകീയ പദവിയിലോട്ടെത്തുക തന്നെ ചെയ്യും. നീ അവർക്ക് വേണ്ടി കരയണം. സ്തോത്രം. പറയാണ്, നീ എന്റെ ഗ്രഹത്തിന് മേലധികാരിയാകും. നിന്റെ വാക്ക് യോസഫിനെ, ആർക്കും വേണ്ടാത്ത ജോസഫിന്റെ മുഖത്ത് നോക്കി രാജാവ് പറയാണ്, നിന്റെ വാക്ക് എന്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും. സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും എന്ന് പറഞ്ഞു. ഇതാ മിസ്രൈം ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരി ആക്കിയിരിക്കുന്നു എന്ന് ഫറവോൻ യോസഫിനോട് പറഞ്ഞു. സ്തോത്രം. ഇതാ മിസ്രൈം ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരി ആക്കിയിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. തുടർന്നുള്ള 42 മുതലുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിരുന്നു, ആ യോസഫ് അവിടുത്തെ മേലധികാരിയായി മാറുകയാണ്. അവനെ ഉപേക്ഷിച്ചിട്ടിരുന്ന, അവനെ തള്ളിക്കളഞ്ഞിരുന്ന, പൊട്ടക്കിണറ്റിൽ കൊണ്ടിട്ടിരുന്ന സഹോദരങ്ങളും അവന്റെ ജനങ്ങളും നാട്ടുകാരും അവിടെ ഉള്ള എല്ലാം മിസ്രൈം ദേശം മൊത്തം അവന്റെ കാൽക്കൽ വന്ന് വീഴുന്നു. ആഹാരത്തിന് വേണ്ടി, ഫുഡിന് വേണ്ടി, ധാന്യങ്ങൾക്ക് വേണ്ടി. പ്രിയ ദൈവവിശ്വാസികളെ, അങ്ങനെ ആക്കിയത് യാക്കോബിന്റെ കരച്ചിലിന്റെ പരിണത ഫലം. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ വിശ്വാസികളെ, നിങ്ങളുടെ മക്കളെ ഓർത്ത്, ഇപ്പോൾ നടക്കുന്ന അവസ്ഥയെ ഓർത്ത്, അവരുടെ വഴിവിട്ട ജീവിതങ്ങളാണോ, ദുഷ്ട കൂട്ടുകെട്ടുകളാണോ, അരുതാത്ത പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയാണോ? സ്തോത്രം. മറ്റുള്ളവർ അവരെ പുച്ഛിക്കുകയാണോ, മറ്റുള്ളവർ അവരെ തള്ളിപ്പറയുകയാണോ, നിന്ദിക്കുകയാണോ? നീ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കരയുമെങ്കിൽ സ്തോത്രം. നാളൊരു സമയത്ത് ഇവരെ പുച്ഛിച്ചവർ, ഇവരെ തള്ളിപ്പറഞ്ഞവർ, ഇവർ വേണ്ടാന്ന് പറഞ്ഞവർ, ഇവരെ മാറ്റി നിർത്തിയവർ ഇവരുടെ കാൽക്കൽ വന്ന് വീഴുക തന്നെ ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ നന്ദിയോട് സ്തുതിക്കുന്നു. 41 വാക്യത്തിൽ പറയുന്നു, ഫറവോൻ തന്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരി യോസഫിന്റെ കയ്യിലിട്ടു. അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു, കഴുത്തിലിട്ടു, തന്റെ രണ്ടാം രഥത്തിൽ കയറ്റി മുട്ടുകുത്തുവൻ. ഹല്ലേലൂയ. സ്തോത്രം. ഒന്ന് ആലോചിച്ച് നോക്ക്. മുട്ടുകുത്തുവൻ അവന്റെ രഥത്തിൽ കയറ്റിയിട്ട് ആ കൊട്ടാരത്തിലെ ജനങ്ങളോട്, അവനെ കള്ളക്കേസിൽ കുടുക്കിയ വ്യക്തിയോട് അടക്കം പറയുകയാണ്, സകല വ്യക്തികളോടും പറയാണ്, യവന്റെ മുമ്പിൽ മുട്ടുമടക്ക്. യവനാണ് ഇവിടത്തെ മേലധികാരി. യവന്റെ മുമ്പിൽ മുട്ടുമടക്ക്. സ്തോത്രം. ഹല്ലേലൂയ.
കർത്താവേ സ്തോത്രപ്പാ സ്തോത്രം. നിങ്ങളുടെ മക്കളുടെ മുമ്പിലും അനേകം മക്കൾ മുട്ടുമടക്കും. എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? എന്നെയും കൂടി ഒന്ന് വിദേശത്തോട് കൊണ്ടുപോകാൻ സാധിക്കുമോ? എന്റെ സാമ്പത്തികമായ വിഷയത്തിൽ എന്നെ സഹായിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ട് അനേകം മക്കൾ നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ മുട്ടുകൾ മടക്കുക തന്നെ ചെയ്യും. അവന്റെ മുമ്പിൽ വിളിച്ചു പറയിച്ചു. ഇങ്ങനെ അവനെ മിസ്രൈം ദേശത്തിനൊക്കെയും മേലധികാരിയായി മാറ്റി. സ്തോത്രം 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 കർത്താവേ. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പ, നന്ദിയോട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ ശക്തിയോടെ കരങ്ങൾ നേറ്റടിച്ചാട്ടെ. ഹല്ലേലൂയ. ഒരു ട്വിൻസുകളായ ഇരട്ട പ്രസവിച്ച ഒരമ്മയെ ദൈവാത്മാവ് കാണിക്കുകയാണ്. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ഇരട്ട പ്രസവിച്ച ഹല്ലേലൂയ ഒരു അമ്മയെ ദൈവാത്മാവ് കാണിക്കുകയാണ്. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പ, നന്ദിയോട് സ്തുതിക്കുന്നു. ആ അമ്മയോട് ദൈവാത്മാവ് സംസാരിക്കുകയാണ്. പ്രിയ മാതാവേ, നിന്റെ കരച്ചിൽ ദൈവം കണ്ടു കഴിഞ്ഞു. ഈ ദൂത് ഏറ്റെടുത്തുകൊണ്ട് നീ കരഞ്ഞപ്പോൾ ഇരട്ട കുഞ്ഞുങ്ങളുടെ മാതാവിനോട് സംസാരിക്കുന്നത്. പ്രിയ മാതാവേ, നിന്റെ കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ടുള്ള നിന്റെ കരച്ചിൽ ദൈവത്തിന്റെ സന്നിധിയിലെത്തി കഴിഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിലെത്തി കഴിഞ്ഞു. യാക്കോബ് യോസഫിന് വേണ്ടി കരഞ്ഞതുപോലെ നീയും അവിടെ നിലവിളിച്ച് കരയായിരുന്നു. കർത്താവേ, എന്റെ 2 കുഞ്ഞുങ്ങളെയും അങ്ങ് കാത്തുപരിപാലിക്കണമേ എന്ന്. സ്തോത്ര. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പാ, നന്ദിയോട് സ്തുതിക്കുന്നു. ആ 2 കുഞ്ഞുങ്ങളെയും കർത്താവ് ഇന്ന് തൊടുകയാണ്. പരിശുദ്ധ ശക്തിയുള്ള മക്കളെ തൊടുകയാണ്. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പ. ആ 2 മക്കൾ മാനസാന്തര അനുഭവത്തിലേക്ക് ആ മക്കളെ ദൈവം മടക്കി കൊണ്ടുവരികയാണ്. കരഞ്ഞോ, നിലവിളിച്ചോ മാതാവേ, കരഞ്ഞോ മാതാവേ. ഹല്ലേലൂയ. സ്തോത്രാപ്പാ സ്തോത്രം. ഇന്ന് ആ 2 മക്കളെയും ഇന്ന് പലരും മാറ്റി നിർത്തിയിരിക്കുന്നു. ഒരു കാര്യത്തിന് അടുപ്പിക്കുന്നില്ല. സ്തോത്രം. അവർ മുടിഞ്ഞ മക്കളാണ്, നശിച്ച മക്കളാണ് എന്ന് പല വ്യക്തികളും നാവ് കൊണ്ട് പറയുന്നു. എന്നാൽ ആ 2 മക്കളും അനുഗ്രഹിക്കപ്പെട്ട മക്കളാണെന്ന് പറയുന്ന കാലഘട്ടം ഇതാ വന്നിരിക്കുന്നു. ഏറ്റെടുത്തോളുക. ഹല്ലേലൂയ. യേശുവേ നന്ദിയോട് സ്തുതിക്കുന്നപ്പാ, നന്ദിയോട് സ്തുതിക്കുന്നു. നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സ്തോത്രപ്പാ സ്തോത്രം. 44-ാം വാക്യത്തിൽ പറയുന്നു, പിന്നെ ഫറവോൻ യോസഫിനോട് ഞാൻ ഫറവോനാകുന്നു, നിന്റെ കൽപ്പന കൂടാതെ യാതൊരുത്തനും കയ്യോ കാലോ അനക്കത്തില്ല. രാജാവ് പറയാണ്, ഞാൻ രാജാവാകുന്നു. യോസഫേ, ഞാൻ രാജാവാണ്, ഞാൻ ഫറവോനാകുന്നു, ഞാൻ രാജാവാകുന്നു. നിന്റെ കൽപ്പനയില്ലാതെ, യോസഫേ, നിന്റെ കൽപ്പനയില്ലാതെ. സ്തോത്രം. ആ ദേശത്തെങ്ങും ഒരുത്തനും കയ്യോ കാലോ അനക്കത്തില്ല. ഇതിന്റെ എല്ലാം പരിണിത ഫലം ഈ യോസഫിന് ഇത്രത്തോളം അധികാരം കിട്ടുവാൻ, അവകാശം കിട്ടുവാൻ, ഇത്രത്തോളം അധികാരം കിട്ടുവാനുള്ള ഒരു മേന്മ കിട്ടിയത്, അതിന്റെ വഴി ആ യാക്കോബിന്റെ കരച്ചിലായിരുന്നു. പിതാവായ യാക്കോബിന്റെ കരച്ചിലായിരുന്നു. പ്രിയ വിശ്വാസികളെ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ കരയേണ്ട കാലഘട്ടമാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ കരയേണ്ട സമയമാണ്. നിലവിളിയോടെ കരയേണ്ട സമയമാണ് ഇത്. കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങളെല്ലാം തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകളാണ്. കഴിഞ്ഞ മെസ്സേജിൽ കൂടി അനേകം വ്യക്തികൾ വിളിച്ചു, അനേകം സ്ത്രീകൾ വിളിച്ചു, അവരെ കുഞ്ഞുങ്ങളെ ഓർത്ത് അവർ കരയുകയാണെന്ന് പറഞ്ഞുകൊണ്ട്. സ്തോത്രപ്പ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയേണ്ട സമയമാണ് മാതാപിതാക്കൾ. സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. സങ്കീർത്തനം 126-ാം അധ്യായം 5-6 വാക്യത്തിൽ പറയുന്നു. സങ്കീർത്തനം 126-ാം അധ്യായം 5-6 വാക്യത്തിൽ പറയുന്നു, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. സ്തോത്രം. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ രോഗഭാരങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്കൊരു വിടുതലിന് വേണ്ടി, രോഗസൗഖ്യത്തിന് വേണ്ടി, നിങ്ങൾക്ക് ഒരു വസ്തുവോ വീടോ കിട്ടുന്നതിന് വേണ്ടി നിങ്ങളൊരു പ്രാർത്ഥന ആവശ്യം പേപ്പറിൽ എഴുതിയിട്ട് നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ കണ്ണിലെ കണ്ണുനീർ ആ പേപ്പറിൽ വീഴണം. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. ദാറ്റ് മീൻസ് കണ്ണുനീരോടെ വിതയ്ക്കണം. നമ്മൾ ഒരു വിത്ത് വിതച്ചിട്ട് നമ്മൾ വെറുതെ മാറി നിന്ന് കഴിഞ്ഞാൽ, നോക്കിക്കൊണ്ടിരുന്നാലൊന്നും അത് മുളയ്ക്കത്തില്ല. ആ വിത്ത് വിളച്ചു വരണമെങ്കിൽ, അത് നല്ല പുഷ്ടി പ്രാപിച്ച് വളർന്നു വരണമെങ്കിൽ, നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഫലം കാച്ചു വരണമെങ്കിൽ ആ വിത്തിന്മേൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം.
വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുത്താലേ അത് യഥാസമയം അത് വളരത്തുള്ളൂ, അത് പുഷ്പിക്കത്തുള്ളൂ, കായ്ഫലം ഉണ്ടാകുള്ളൂ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തിൽ ഹല്ലേലൂയ ശരഹ ബരുഡാരി ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തിൽ മേൽ നമ്മുടെ കണ്ണുനീർ വീഴണം. കണ്ണുനീർ വീഴുമെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെയെങ്കിലും അത് പുഷ്പിക്കും, അതിൽ നിന്ന് ഫലം കായ്ക്കുക തന്നെ ചെയ്യും. സ്തോത്രം ഹല്ലേലൂയ. ഞങ്ങൾക്ക് 4 വയസ്സുള്ള ഒരു കൊച്ചുമകളുണ്ട്, അനിഷ്മ എന്നാണ് അവളുടെ പേര്. പ്രാർത്ഥിച്ചോളുക. ഞങ്ങൾക്ക് 4 വയസ്സുള്ള ഒരു കുഞ്ഞുമകളുണ്ട്, 4 വയസ്സുള്ള പെൺകുട്ടിയാണ്, മകളുണ്ട്. ആ മകൾക്ക് വേണ്ടി ഞങ്ങൾ ഇപ്പോഴേ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോഴേ ഞങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, യേശുവേ, ഈ മകളുടെ പഠന മേഖലയെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. ദൈവഭയത്താലും ദൈവജ്ഞാനത്താലും ഈ മകളെ വളർന്നു വരണമേ. മാതാവിനെയും പിതാവിനെയും അനുസരിച്ച് വളർന്നു വരുന്ന കുട്ടിയായിരിക്കണമേ. ദൈവഭയത്തോട് വളർന്നു വരുന്ന കുട്ടിയായിരിക്കണമേ. അതുപോലെ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. കുഞ്ഞിന് 4 വയസ്സായതേ ഉള്ളൂ, എന്നാൽ ഞങ്ങൾ ഇപ്പോഴേ പ്രാർത്ഥിക്കണം കുഞ്ഞിന് വേണ്ടി. കർത്താവേ, ഈ കുഞ്ഞിന് വേണ്ടി ഒരു മകനെ അങ്ങ് ലോകത്ത് ജനിപ്പിച്ചു കഴിഞ്ഞു. ശ്രദ്ധയോടെ കേൾക്കണമേ. ഈ വചനം കേൾക്കുന്ന വ്യക്തി ശ്രദ്ധയോടെ കേൾക്കണമേ. ഈ കുഞ്ഞിന് വേണ്ടി, ഞങ്ങളുടെ കൊച്ചുമകൾക്ക് വേണ്ടി, അനിഷ്മ മോളിന് വേണ്ടി ഒരു മകനെ ഈ ഭൂമിയിൽ ജനിപ്പിച്ചു കഴിഞ്ഞു. കർത്താവേ, ഞങ്ങൾക്കറിയില്ല മകനെ. ആ മകന് വേണ്ടി ഞങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. അവരുടെ ദാമ്പത്യ ജീവിതത്തിന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. സമയത്തിന്റെ കാലത്തിന്റെ പരിപൂർണതയിൽ അനിഷ്മയെയും ആ മകനെയും ഒന്നിപ്പിക്കുമ്പോൾ അവരുടെ ദാമ്പത്യ ജീവിതം സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായിരിക്കണമേ. ദൈവഭയമുള്ള മകനായിരിക്കണമേ. ദൈവജ്ഞാനമുള്ള മകനായിരിക്കണമേ. കുഞ്ഞിനെ നല്ലപോലെ നോക്കുന്ന ഒരു മകനായിരിക്കണമേ. മാതാവിനെയും പിതാവിനെ അനുസരിക്കുന്ന ഒരു മകനായിരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ തന്നെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഉള്ള പ്രബോധനമാണ്. എന്റെ കുഞ്ഞിന് 1 വയസ്സല്ലേ ആയുള്ളൂ, എന്റെ കുഞ്ഞിന് 2 വയസ്സല്ലേ ആയുള്ളൂ, എന്റെ കുഞ്ഞിന് 3 മാസമല്ലേ ആയുള്ളൂ, എന്റെ കുഞ്ഞ് ജനിച്ചിട്ട് 1 മാസമല്ലേ ആയുള്ളൂ. നോ, ഇപ്പോൾ തന്നെ നിങ്ങൾ ആ കുഞ്ഞിന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമെങ്കിൽ once upon a ടൈമിൽ അത് ആർപ്പോടെ നിങ്ങൾക്ക് കൊയ്യാം. സ്തോത്രം. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. വിത്ത് ചുമന്നും കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്ന് ആർത്തും കൊണ്ടുവരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആ കറ്റ ചുമന്നു കൊണ്ടുപോകുന്ന വ്യക്തി, വിത്ത് വിതയ്ക്കുന്ന വ്യക്തി വളരെ കരഞ്ഞും കൊണ്ടും കഷ്ടതയോടും കൂടിയാണ് ചെയ്യുന്നത്. അത് ചെയ്തു വരുമ്പോൾ once upon a ടൈമിൽ ഒരു സമയത്ത് കൊയ്തെടുക്കുന്ന സമയത്ത് അവൻ ചുമന്ന് ആർത്തു കൊണ്ടുവരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ദൈവസന്നിധിയിൽ ഒഴുക്കുന്ന ഓരോ കണ്ണുനീരിനും ഇന്ന് അല്ലെങ്കിൽ നാളെ ഒരു പ്രതിഫലം ഉണ്ടാകുക തന്നെ ചെയ്യും. ഇന്നല്ലെങ്കിൽ നാളെയെങ്കിലും ഒരു പ്രതിഫലം ഉണ്ടാകുക തന്നെ ചെയ്യും. നിങ്ങളുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് ഈ ദൈവവചനം പ്രസംഗിക്കുന്ന ഞാൻ, ഹല്ലേലൂയ, ഇന്ന് അനേകം മക്കളെ മാനസാന്തരപ്പെടുത്തി സ്നാനപ്പെടുത്തി അനേകം സ്ഥലങ്ങളിൽ, വിദേശ രാജ്യങ്ങളിലടക്കം, ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിലടക്കം സുവിശേഷമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന മനോഹരനായ എന്നെ ഈ രീതിയിലാക്കിയെടുത്തത് ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഇന്ന് അനേകം രാജ്യങ്ങളിലും അനേകം സ്റ്റേറ്റുകളിലും പല സ്ഥലങ്ങളിലും അനേകായിരം മക്കളെ സുവിശേഷം പറഞ്ഞ് മാനസാന്തരപ്പെടുത്തി സ്നാനപ്പെടുത്തി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മനോഹരനായിരുന്ന എന്നെ ഒരു ദൈവദാസനാക്കി മാറ്റിയത്, ഹല്ലേലൂയ, ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ്. പ്രിയ സഹോദരങ്ങളെ, ആ ദാസി, എന്റെ പ്രിയപ്പെട്ട ദാസി എന്റെ വലത് സൈഡിൽ ഇരിപ്പുണ്ട്. ആ ദാസിയുടെ ഒരൊറ്റ വ്യക്തിയുടെ പ്രാർത്ഥന കൊണ്ടാണ് ഇന്ന് അനേകായിരം മക്കൾക്ക് ദൈവവചനം പങ്കുവയ്ക്കാനുള്ള സ്തോത്രം. ഹല്ലേലൂയ, ഒരു നികഷ്ടനായ പോലീസ് ഉദ്യോഗസ്ഥനെ ദൈവദാസനാക്കി മാറ്റിയെടുത്തത്. സ്തോത്രം. ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ രാത്രിയുടെ യാമങ്ങളിൽ എന്റെ മാനസാന്തരത്തിന് വേണ്ടി യേശുവിനെ അറിയുന്നതിന് വേണ്ടി, ഹിന്ദു ആയിരുന്ന ഞാൻ യേശുവിനെ അറിയുന്നതിന് വേണ്ടി ഞാൻ രാത്രി സമയം നൈറ്റ് ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ എന്റെ ഭാര്യ എനിക്ക് വേണ്ടി മുട്ടിൽമേൽ നിന്നുകൊണ്ട് നിലവിളിയോടെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവവിശ്വാസികളെ, പ്രിയ സഹോദരന്മാരെ, എന്റെ ഭാര്യയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എന്നെ മാനസാന്തരപ്പെടുത്തിയെങ്കിൽ എന്റെ ഭാര്യയുടെ ദൈവം തന്നെയാണ് നിങ്ങളുടെയും ദൈവം. ഉറപ്പായിട്ട് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുക തന്നെ ചെയ്യും. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ സന്തോഷത്തോടെ കൊയ്യും, ആർപ്പോടെ കൊയ്യും. സ്തോത്രം. കേട്ടോ. ഹല്ലേലൂയ. നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകാം, സ്വല്പ നേരം കൂടി മുന്നോട്ട് പോകാം. സ്തോത്രം. ഈ യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്,
കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല. ഇയ്യോബിനെ എല്ലാവരും പരിഹസിച്ചു. പരിഹസിക്കുന്ന അവസ്ഥയിലും, കാരണം ഇയ്യോബിന്റെ എല്ലാം നഷ്ടപ്പെട്ടു. വളരെ ധനാഢ്യനായിരുന്ന, വസ്തുവകൾ നഷ്ടപ്പെട്ടു, ആടുമാടുകൾ നഷ്ടപ്പെട്ടു, ദാസന്മാർ നഷ്ടപ്പെട്ടു, 10 മക്കളും നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. ഭാര്യ മാത്രം നഷ്ടപ്പെട്ടില്ല. എല്ലാവരും നഷ്ടപ്പെട്ട അവസ്ഥയിലും സ്തോത്രം. കൂടാതെ നഷ്ടപ്പെട്ടതിന് പുറമെ തന്നെ ശരീരത്ത് വ്രണമെടുത്തു, പുഴുവെടുത്തു, സോറിയാസിസ് പോലത്തെ അസുഖം, വ്രണമെടുത്തു, പുഴുവെടുത്തു. ഈ അവസ്ഥയിലും ഇയ്യോബ് ദൈവത്തെ തള്ളിപ്പറയാതെ, പ്രാർത്ഥനയിൽ തളരാതെ, കണ്ണുനീരിൽ തളരാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചപ്പോൾ സ്നേഹിതന്മാരും എല്ലാവരും പരിഹസിച്ചു. സ്വന്തം ഭാര്യ അടക്കം പറഞ്ഞു, മനുഷ്യ, നിനക്ക് പോയി മരിച്ചുകൂടെയോ, ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് മരിച്ചുകൂടെയോ എന്ന്. സ്തോത്രം. പക്ഷേ അതിലൊന്നും തളരാതെ, പതറിപ്പോകാതെ, പലരും പരിഹസിച്ചപ്പോഴും നിന്ദിച്ചപ്പോഴും അതിലൊന്നും തളരാതെ, പതറിപ്പോകാതെ ദൈവത്തിങ്കിലേക്ക് കണ്ണുനീർ വാർത്തു. സ്തോത്രം. സ്തോത്രങ്ങളുടെ ഹല്ലേലൂയ. ഇയ്യോബിന്റെ പുസ്തകം 16-ാം അധ്യായം 20-ാം വാക്യം. ഇയ്യോബിന്റെ പുസ്തകം 16-ാം അധ്യായം 20-ാം വാക്യം. എന്റെ സ്നേഹിതന്മാർ എന്നെ പരിഹസിക്കുന്നു. ഇത്രത്തോളം കഷ്ടത വന്ന് മക്കൾ നഷ്ടപ്പെട്ടു, സ്വത്തുവകളെല്ലാം പോയി, മൃഗങ്ങളെല്ലാം പോയി, ഹല്ലേലൂയ, എല്ലാം നഷ്ടപ്പെട്ടു, ശരീരത്ത് വ്രണമെടുത്തു, പുഴുവെടുത്തു. അതുകൊണ്ട് ദൈവത്തോട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ സ്തോത്രം പറയുകയാണ്, എന്റെ സ്നേഹിതന്മാർ എന്നെ പരിഹസിക്കുന്നു, ദൈവത്തെ തള്ളിപ്പറയാത്തത് കൊണ്ട്, ഇപ്പോൾ ഞാൻ കരയുന്നത് കൊണ്ട്, പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എന്റെ സ്നേഹിതന്മാർ എന്നെ തള്ളിപ്പറയുന്നു, പരിഹസിക്കുന്നു, നിന്ദിക്കുന്നു, പുച്ഛിക്കുന്നു. ഇയ്യോബ് പറയുകയാണ്, എങ്കിലും എന്റെ കണ്ണോ ദൈവത്തിങ്കിലേക്ക് കണ്ണുനീർ പൊഴിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവവിശ്വാസികളെ, ദൂതേറ്റെടുത്തോ. നിങ്ങളുടെ പ്രാർത്ഥനയെ കരുതി നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ പുച്ഛിക്കുകയാണോ, തള്ളിക്കളയാണോ, ഉപദ്രവിക്കുകയാണോ, നിങ്ങളുടെ മക്കൾ നിങ്ങളെ വേദനിപ്പിക്കുകയാണോ, കരയിപ്പിക്കുകയാണോ, പുച്ഛിക്കുകയാണോ, പ്രാർത്ഥന ഓർത്തുകൊണ്ട്. സ്തോത്രം. ഭർത്താവിനെ നിങ്ങൾ പുച്ഛിക്കുക, ഭർത്താവ് പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, ദൈവജനം കേൾക്കുന്നത് കൊണ്ട് ഭാര്യ പുച്ഛിക്കുകയാണോ, തള്ളിക്കളയുകയാണോ? നോ. നിങ്ങൾ അതൊന്നും വകവയ്ക്കാതെ, അവർ പറഞ്ഞോട്ടെ, നിങ്ങൾ അതൊന്നും വകവയ്ക്കാതെ, സ്തോത്രം, നിങ്ങൾ അതൊന്നും വകവയ്ക്കാതെ നിങ്ങൾ ഇയ്യോബിനെ പോലെ ദൈവത്തിങ്കിലേക്ക് കണ്ണുനീർ പൊഴിക്കുക. കണ്ണുനീർ പൊഴിക്കുമെങ്കിൽ 42-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് അവിടെ അറിയാൻ സാധിക്കുന്നുണ്ട്, അവന് നഷ്ടപ്പെട്ടു പോയതെല്ലാം സ്തോത്രപ്പ 2 കാര്യങ്ങളെ ഒഴിച്ചുകൊണ്ട് ഇരട്ടിയാക്കി കൊടുക്കുന്നു. ഇതിൽ ആരെങ്കിലും പ്രസംഗിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ, കാരണം ദൈവദാസന്മാർ പലരും പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, ഇതിൽ ആരെങ്കിലും പ്രസംഗിക്കുന്ന ദേവദാസന്മാരുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ചത് കേൾക്കണമേ. പറയുന്നു, ഇയ്യോബിനെല്ലാം നഷ്ടപ്പെട്ടു പോയി. 42-ാം അധ്യായത്തിൽ ഇയ്യോബ് എല്ലാത്തിനും ഇരട്ടിയാക്കി കൊടുത്തു. തെറ്റാണ്. എല്ലാം ഇരട്ടിയാക്കി കൊടുത്തില്ല. എല്ലാം ഇരട്ടിയാക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ സന്തോഷിക്കണ്ട. ഇയ്യോബിന് ഒരു ഭാര്യ ഉണ്ടായിരുന്നുള്ളൂ, ഭാര്യ മരിച്ചിട്ടില്ല. 42-ാം അധ്യായത്തിൽ ഒരു ഭാര്യ തന്നെയാണ്. ഇയ്യോബിന് 10 മക്കള്, 10 മക്കളും മരിച്ചുപോയി. ഇരട്ടിയാക്കി കൊടുത്തില്ല. രണ്ടാമതും 10 മക്കൾ തന്നെയാണ്. സ്തോത്രം. പക്ഷെ ഇന്ന് ജനങ്ങൾ പ്രസംഗിക്കുന്നു, ദേവദാസന്മാർ പ്രസംഗിക്കുന്നു, ഇയ്യോബിനെല്ലാം ഇരട്ടിയായി കൊടുത്തു. തെറ്റാണ്. വചനത്തിലില്ലാത്ത പ്രസംഗിക്കരുത്. സ്തോത്രം. അവരുടെ ശ്രദ്ധയിൽ ഞാൻ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം നഷ്ടപ്പെട്ടു പോയെങ്കിലും ഇയ്യോബിനെല്ലാം ഇരട്ടിയായി കൊടുത്തു. ഭാര്യയെ മക്കളെ ഒഴിച്ചു ബാക്കി എല്ലാം ഇരട്ടിയായി കൊടുത്തു. പ്രിയ ദൈവവിശ്വാസികളെ, നിങ്ങൾ ആരെങ്കിലും പരിഹസിക്കുകയാണെങ്കിലോ പുച്ഛിക്കുകയാണെങ്കിലോ നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടരുത്. നിങ്ങൾ ദൈവത്തെ മുറുകെ പിടിക്കുക. അതാണ് ദാവീദ് പറയുന്ന സങ്കീർത്തനം 30-ാം അധ്യായത്തിൽ ദാവീദ് പറയുന്നത്, നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയാണ്, നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. സ്തോത്രം. പ്രിയ വിശ്വാസികളെ, നിങ്ങളുടെ കരച്ചിലുകളെ, ഇന്ന് രാത്രിയുള്ള കരച്ചിലുകളെ, ഇന്ന് രാത്രിയുടെ സങ്കടങ്ങളെ, ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന പല പല വിഷയങ്ങളെയും ദൈവം അതെല്ലാം എടുത്തു മാറ്റിക്കൊണ്ട്, നിങ്ങളുടെ വിലാപത്തെ മാറ്റിക്കൊണ്ട് ശക്തിയോടെ കരങ്ങളടിച്ചു ഏറ്റെടുക്കാമോ ദൈവസന്നിധിയിൽ പറയേണ്ട. ദാവീദ് പറയുകയാണ്, എന്റെ വിലാപത്തെ ദൈവമേ, അങ്ങ് എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. സ്തോത്രം, 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 സ്തോത്ര. ഹല്ലേലൂയ. പ്രിയ ദൈവവിശ്വാസികളെ, ഇന്ന് നിങ്ങൾ ഏതെല്ലാം വിഷയത്തിന്മേൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ, പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നോ, ആ വിഷയത്തിന്മേലെല്ലാം ദൈവം നൃത്തമാക്കി തരും. സന്തോഷത്തിന്റെ രാത്രികളായി മാറ്റും, സന്തോഷത്തിന്റെ ദിവസങ്ങളായി മാറ്റും. തുടർന്ന് പറയുകയാണ്, എന്റെ രുട്ടുവസ്ത്രം നീ അഴിച്ചു എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. ആ ദിവസങ്ങളായി മാറുക തന്നെ ചെയ്യും. പൂർണ്ണമായും നിങ്ങൾ ഏറ്റെടുക്കുമെങ്കിൽ അങ്ങനെയുള്ള ആയി മാറുക തന്നെ ചെയ്യും. വീണ്ടും സങ്കീർത്തനം 42-ാം അധ്യായം 3-ാം വാക്യത്തിൽ കോരകൂത്തന്മാർ പറയുകയാണ്, കോരകൂത്തൻ, നിന്റെ ദൈവം എവിടെയെന്ന്
എന്റെ കണ്ണുനീർ രാവും പകലും എന്റെ ആഹാരമായി തീർന്നു. സ്തോത്രം. ഘോരകൂത്തന്മാർ പറയാണ്, ഘോരകൂത്തന്മാരുടെ സ്നേഹിതന്മാരെ കളിയാക്കുന്നുണ്ട്. 42:10-11 വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും. വായിക്കേണ്ട 42:10-11 വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. നിന്റെ അവിടെ വായിക്കുമ്പോൾ അറിയാൻ സാധിക്കും സ്നേഹിതന്മാരെ കുറിച്ച്. അപ്പോൾ കോരകപുത്ര, നിന്റെ ദൈവം എവിടെ എന്ന് പറഞ്ഞുകൊണ്ട് കോരകപുത്രനെ നിത്യം അവർ കളിയാക്കുന്നുണ്ട്, നിത്യം പരിഹസിപ്പിക്കുന്നുണ്ട്. നിന്റെ ദൈവം എവിടെ എന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട്, അവനെ കോരകപുത്രനെ കളിയാക്കുന്നത് കൊണ്ട്, കോരകപുത്രന്മാരെ കളിയാക്കുന്നത് കൊണ്ട് ആ കോരകപുത്രന്മാർ എന്റെ കണ്ണുനീർ, അവരുടെ കണ്ണുനീർ രാവും പകലും എന്റെ ആഹാരമായി മാറി. ആ നിന്ദനത്തെ ഓർത്തുകൊണ്ട്, പീഡനത്തെ ഓർത്തുകൊണ്ട്, ദുഃഖത്തെ ഓർത്തുകൊണ്ട് അവർ ഒഴുക്കുന്ന ഓരോ കണ്ണുനീരും തുണി കൊണ്ട് തുടച്ചു കളയാതെ, അത് തറയിൽ വീണു പോകാതെ അത് അവരുടെ വായിലേക്ക് അത് ആഹാരം മാറ്റിക്കൊണ്ടിരുന്നു. വിശ്വാസികൾ, കേൾക്കുന്ന ദൈവവിശ്വാസികളെ, നിങ്ങളുടെ പരിഹാസത്തെ ഓർത്തുകൊണ്ട് നിങ്ങളെ ആരെങ്കിലും പരിഹസിക്കുകയാണോ, നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിക്കുകയാണോ, എന്തെങ്കിലും ദുഃഖത്താൽ നിങ്ങളുടെ കണ്ണുനീർ വരുന്ന കണ്ണുനീർ നിങ്ങൾ കോരകൂത്തന്മാരെ പോലെ ആ കണ്ണുനീർ നിങ്ങൾ ആഹാരമാക്കി മാറ്റുമെങ്കിൽ, സ്തോത്രം, ആഹാരമാക്കി മാറ്റുമെങ്കിൽ, സ്തോത്രം, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിന്റെ ദൈവം എവിടെ എന്ന് എന്റെ ശത്രുക്കൾ, 42:10, നിന്റെ ദൈവം എവിടെയെന്ന് എന്റെ ശത്രുക്കൾ ഇടവിടാതെ എന്നോട് പറഞ്ഞുകൊണ്ട് എന്റെ അസ്ഥികളെ തകർക്കുന്നവണ് എന്നെ നിന്ദിക്കുന്നു. പല സഹോദരിമാരെയും അവരുടെ ജീവിത പങ്കാളികൾ പല രീതിയിൽ പുച്ഛിക്കുകയാണ്, നിന്ദിക്കുകയാണ്. നിനക്കെപ്പോഴും പ്രാർത്ഥനയാണോ, നിനക്കെപ്പോഴും ദൈവവചനമാണോ, നിനക്കെപ്പോഴും സ്തോത്രമാണോ, നിനക്കെപ്പോഴും ഉപവാസമാണോ എന്ന് പല സഹോദരിമാരെയും അവരുടെ ജീവിത പങ്കാളികൾ അവരെ വേദനിപ്പിക്കുന്നുണ്ട്, കരയിപ്പിക്കുന്നുണ്ട്. സ്തോത്രം. അതേപോലെ തന്നെ സംഗീത പറയുന്നുണ്ട് 11-ാം വാക്യത്തിൽ പറയുന്നു, എന്റെ ആത്മാവേ സ്വന്തം, വേറൊരിടത്തല്ല പറയുന്നത്, കോരകപുത്രൻ പറയുന്നത്, എന്റെ ആത്മാവേ, എന്റെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവേ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. പ്രിയ വിശ്വാസികളെ, ആരെങ്കിലും അങ്ങനെ ഞരങ്ങുന്ന വ്യക്തികളുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ദുഃഖിച്ച് പ്രശ്നപ്പെടുന്ന വ്യക്തികളുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രപ്പ, ഹല്ലേലൂയ. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന ആരും ഇതിന് പൊക്കളായിരുന്നു. നിങ്ങൾക്ക് വേണ്ടി അവസരം ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. വിടുതലുകൾ സംഭവിക്കുക തന്നെ ചെയ്യും. സ്തോത്രം, സ്തോത്രം, അപ്പ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ നന്ദിയോട് സ്തുതിക്കുന്നു. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എന്റെ മുഖപ്രകാശവും മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവമാകുന്നു, ഞാൻ ഇനിയും സ്തുതിക്കും. ഹല്ലേലൂയ. പറയുകയാണ്, എന്നെ ആരെല്ലാം പരിഹസിച്ചാലും, എന്നെ ആരെല്ലാം ഉപദ്രവിച്ചാലും, എന്നെ ആരെല്ലാം തള്ളിയാലും, ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തെ ഞാൻ ഇനിയും സ്തുതിക്കും. സ്തോത്രം. ദൈവത്തെ സ്തുതിക്കുന്ന ഭാഗമാണ് വീണ്ടും കാണുന്നത്. നമ്മൾ ഒരു ഭാഗം കൂടെ വായിച്ച് നമ്മൾ നിർത്താൻ പോവുകയാണ്. യേശയ്യായുടെ പുസ്തകം നമുക്ക് വായിക്കുമ്പോൾ അറിയാൻ സാധിക്കുന്നു. യേശയ്യായുടെ പുസ്തകം 37-ാം അധ്യായം, യേശയ്യായുടെ പുസ്തകം 37-ാം അധ്യായം, 37, യേശയ്യായുടെ പുസ്തകം 37, 38 അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാൻ അവിടെ കാണുന്നുണ്ട്. യേശയ്യായുടെ പുസ്തകം, യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 37, 38 അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ഹിസ്കിയാവിനെ കുറിച്ച്. ഹിസ്കിയാവ് 25-ാമത്തെ വയസ്സിൽ രാജാവായി. 25-ാമത്തെ വയസ്സിൽ രാജാവായി 14 വർഷം രാജാവായി തുടർന്നു. പിന്നീട് മരണത്തിന് കാരണമായ അസുഖം പിടിപെടുന്നു. സ്തോത്രം. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യം നോക്കാം. ആ കാലത്ത് യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യം. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിന്റെ മകനായ യേശയ്യാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്നു. അവനോട് യേശയ്യാ പ്രവാചകൻ എന്ന് പറയാണ്, ഹിസ്കിയാവേ, നിനക്ക് മരണസമയം അടുത്തിരിക്കുന്നു, നീ ഉടനെ തന്നെ മരിച്ചു പോകും. അതുകൊണ്ട് നിന്റെ ഗ്രഹകാര്യങ്ങളും നിന്റെ രാജ്യകാര്യങ്ങളും എല്ലാം ക്രമപ്പെടുത്തുക. നീ മരിച്ചു പോകും, സൗഖ്യമാകുകയില്ല എന്ന് യേശയ്യാ പ്രവാചകൻ പറയുകയാണ്. നിന്റെ യഹോവ അരുളി ചെയ്യുന്നു എന്ന് യേശയ്യാ പ്രവാചകനിൽ കൂടി വെളിപ്പാട് കൊടുക്കുകയാണ്. നീ മരിച്ചു പോകും, നീ സൗഖ്യമാകുകയില്ല. 2-ാം വാക്യം, അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിന്റെ നേരെ തിരിച്ച്. പ്രിയ വിശ്വാസികളെ, നിങ്ങൾ തകർന്നിരിക്കുന്ന അവസ്ഥയിലാണോ? ഇനി ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുമെന്നിരിക്കുന്ന അവസ്ഥയിലാണോ? സ്തോത്രം. ഇനി എനിക്ക് മരണമേ ഉള്ളൂ, എന്റെ ജീവിതം ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് എന്നുള്ള അവസ്ഥയിലിരിക്കുന്ന വ്യക്തിയാണോ നീ? ആ അവസ്ഥയിലിരിക്കുന്ന കുടുംബമാണോ നീ? ശ്രദ്ധിച്ചോളുക.
അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിന്റെ നേരെ തിരിച്ചു യഹോവയോട് പ്രാർത്ഥിച്ചു. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് ഞാൻ നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. സ്തോത്രം. നമ്മൾ പ്രസംഗിച്ചു വരുന്ന ടോപ്പിക് കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവം. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകൻ ഹിസ്കിയാവിനോട് പറയണം, നിന്റെ ഗ്രഹകാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊള്ളുക, നീ രക്ഷപ്പെടത്തില്ല, നീ മരിച്ചു പോകുമെന്ന് യഹോവ അരുളി ചെയ്യുകയാണ്. ആ വെളിപ്പാട് കിട്ടിയോടെ, ആ ദൂത് കിട്ടിയോടനെ ഹിസ്കിയാവ് ഏകാഗ്ര ഹൃദയത്തോടെ വിശ്വസ്തയോടുകൂടി ദൈവത്തിന്റെ മുമ്പിലേക്ക് തിരിഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, നിനക്ക് പ്രസാദമുള്ളതല്ലേ ഞാൻ ചെയ്തിട്ടുള്ളത്, നിനക്ക് അനിഷ്ടമായിട്ടുള്ളത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, എന്നോട് കടാക്ഷിക്കണമേ, എന്നെ രക്ഷിക്കണമേ, എനിക്ക് ദീർഘായുസ് നൽകണമേ എന്ന് കണ്ണുനീരോടെ ഹിസ്കിയാവ് കരഞ്ഞു. സ്തോത്രം. അതാണ് നമ്മുടെ പ്രശ്നം, അതാണ് നമ്മുടെ പ്രശസ്ത ഭാഗം. ഓർക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. 4-ാം വാക്യം. സ്തോത്രം. ഹിസ്കിയാവ് കരഞ്ഞപ്പോൾ, ഹിസ്കിയാവ് കണ്ണുനീർ വാർത്തപ്പോൾ, മനസ്സിലാവുന്നുണ്ടോ ദൈവത്തിന്റെ ദൂത്? എന്നാൽ യെശയ്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ എപ്പോഴുണ്ടായി? ഹിസ്കിയാവ് ദൈവത്തിന്റെ മുമ്പിൽ കരഞ്ഞപ്പോൾ. ആ സങ്കടകരമായ വാർത്ത കേട്ട്, സങ്കടകരമായ അവസ്ഥ അറിഞ്ഞുകൊണ്ട് അവൻ കരഞ്ഞപ്പോൾ യെശയ്യാവിൽ അരുളപ്പാടുണ്ടായി. സ്തോത്രം. അരുളപ്പാടുണ്ടായി, വീണ്ടും അരുളപ്പാടുണ്ടായി. ദൈവത്തിന്റെ അരുളപ്പാട് വരെയാണ്, യെശയ്യാവേ, നീ ഇറങ്ങി അങ്ങനെ പോകണ്ട, നീ ഒരു ദൂതും കൊടുത്തിട്ട് ഇറങ്ങി പോകണ്ട, നീ ചെന്ന് ഹിസ്കിയാവിനോട് പറയേണ്ടത്, ഹിസ്കിയാവിനോട് പറയേണ്ടത്, യെശയ്യാ പ്രവാചകൻ ദൂതും കൊടുത്ത്, ഞാൻ എന്റെ അനുമാനത്തിൽ പറയുകയാണ്, യെശയ്യാ പ്രവാചകൻ ദൂതും കൊടുത്ത് ഗേറ്റ് തുറന്ന് കാണാൻ സാധ്യത ഇല്ല, തുറന്ന് കാണാൻ സാധ്യത ഉണ്ടാവും. തുറന്ന് ആ റോഡിലോട്ട് കാലെടുത്ത് വെച്ച സമയത്ത് ദൈവം യെശയ്യാ പ്രവാചകനെ വിളിക്കണേ, യെശയ്യാവേ, നീ പോകരുത്, നീ ഗേറ്റ് തുറന്നോ, നീ വെളിച്ചാടി പോകണ്ട, നീ അവിടെ നില്ല്, നീ ചെന്ന്, അത് വചനത്തിലില്ല, എന്റെ അനുമാനത്തിൽ ഞാൻ പറയുന്നതാണ്, അവൻ പുറത്തു പോകുന്നതിന് മുമ്പ് തന്നെ, ആ പരിസരം വിട്ടു പോകുന്നത് തന്നെ യെശയ്യാവിനോട് പറയണേ, യെശയ്യാവേ, നീ ഹിസ്കിയാവിനോട് ചെന്ന് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. സ്തോത്രം, സ്തോത്രം. അണ്ടർലൈൻ ചെയ്തോളുക, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു. അടുത്ത വാക്യം അണ്ടർലൈൻ ചെയ്തോളുക. നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. സ്തോത്രം, സ്തോത്രം. കേട്ടാ, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ആ യെശയ്യാ പ്രവാചകൻ പോയി പറയുകയാണ്, ഹിസ്കിയാവേ, നിന്റെ കണ്ണുനീർ ദൈവം കണ്ടിരിക്കുന്നു. നീ നിന്റെ ദീർഘായുസിന് വേണ്ടി നീ പ്രാർത്ഥിച്ചത്, നീ കരഞ്ഞത്, നീ കണ്ണുനീർ വാർത്തത് ദൈവം കണ്ടിരിക്കുന്നു. ഞാൻ നിന്റെ ആയുസ് 15 വർഷം കൂടി കൂട്ടി നൽകിയിരിക്കുന്നു. പ്രിയ വിശ്വാസികളെ, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ കർത്താവേ നന്ദിയോട് സ്തുതിക്കുന്നപ്പ. ഹിസ്കിയാവിന്റെ ദൈവം തന്നെയാണ് നമ്മുടെയും ദൈവം. പ്രിയ വിശ്വാസികളെ, നീ ഇന്നൊരു മരണശയ്യയിൽ കിടക്കുന്ന അവസ്ഥയിലാണോ? ഡോക്ടർ പറയുന്നു നിന്റെ ആയുസ് തീർന്നു. സ്റ്റോപ്പ്. നിന്റെ ആയുസ് തീർന്നു, നിനക്ക് ഇനി 1 വർഷമോ അല്ലെങ്കിൽ 6 മാസമോ 2 വർഷമോ 3 വർഷമേ ഉള്ളൂ എന്ന് ഡോക്ടർമാർ നിനക്ക് വിധി എഴുതിയിരിക്കുന്നു എങ്കിൽ, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിനാൽ പ്രിയ വിശ്വാസികളെ, ദൂത് കേൾക്കുന്ന പ്രിയ വിശ്വാസം നിന്നോട് പറയുകയാണ്, നോ, നിന്റെ ആയുസ് ദൈവം നിർത്തിയിട്ടില്ല, നിന്റെ ആയുസ് നിർത്തിയിട്ടില്ല. ഹിസ്കിയാവിനെ പോലെ നിനക്ക് വീണ്ടും 15 വർഷം നീട്ടി തരികയാണ്. ഡോക്ടർ പറയുന്നുണ്ടായിരിക്കാം, മരുന്നുകൾ വിധി ചെയ്തുണ്ടായിരിക്കാം, നിന്റെ അസുഖം, നിന്റെ മരണം ഇവിടെ തീർന്നു, നിന്റെ ജീവിതം ഇവിടെ തീർന്നു, നിന്റെ മരണമേ ഉള്ളൂ എന്ന്, മരണമേ ഇന്ന് എവിടെ ഉള്ളൂ എന്ന് നിന്നോട് ആരെങ്കിലും പറയുന്നുവെങ്കിൽ, നോ, തെറ്റ്, തെറ്റ്, തെറ്റ്. ഹിസ്കിയാവിന്റെ ദൈവം നിന്നോട് പറയുന്നു, നിനക്ക് ദൈവം ദീർഘായുസ് നൽകിയിരിക്കുന്നു. മരണമേ, നിന്റെ വിഷമുള്ളവിടെ, മരണമേ, നിന്റെ ജയം എവിടെ? സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, മക്കൾക്ക് വേണ്ടി ദീർഘായുസ് കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പ. മരണശയ്യയിൽ കിടക്കുന്ന മക്കൾ, മരണത്തോട് പോരാടുന്ന മക്കൾക്ക് വേണ്ടി കണ്ണീരോടെ ദാസൻ പ്രാർത്ഥിക്കുന്നു. ഹിസ്കിയാവിനോട് പറഞ്ഞതുപോലെ കർത്താവേ, ഈ മക്കളോടും പറയണമേ. ഹിസ്കിയാവിനോട് പറഞ്ഞല്ലോ, നിനക്ക് 15 സംവത്സരം വരെ കൂട്ടി തന്നിരിക്കുന്നു എന്ന് യെശയ്യാ പ്രവാചകനിൽ കൂടി പറഞ്ഞതുപോലെ കർത്താവേ, ഈ ദാസനിൽ കൂടി അങ്ങയുടെ അരുളപ്പാട് നൽകണമേ പ്രാർത്ഥിക്കുന്നു. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന മക്കൾ, മരണത്തോട് മല്ലടിക്കുന്ന, മരണത്തോട് പോരടിക്കുന്ന, ഡോക്ടർമാർ വിധി എഴുതിയിരിക്കുന്ന മക്കളോട് പറയുന്നു, നിനക്ക് ദീർഘായുസ് നൽകിയിരിക്കുന്ന, നീ സ്വസ്ഥതയിരിക്കുക, നീ സ്വസ്ഥമായിരിക്കുക.
സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പാ, നന്ദിയോട് സ്തുതിക്കുന്നു. സങ്കീർത്തനം 46:1 നമ്മൾ വായിക്കുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. പ്രിയ വിശ്വാസികളെ, കഷ്ടങ്ങളിൽ നമ്മുടെ ബന്ധുക്കൾ ആരും കാണത്തില്ല, ഭർത്താവ് കാണത്തില്ല, ഭാര്യ കാണത്തില്ല, മക്കൾ കാണത്തില്ല. ഹല്ലേലൂയ. കൊറോണ രോഗം വന്നപ്പോൾ ആരുമില്ലായിരുന്നു നമ്മളെ സഹായിക്കാൻ. സ്വന്തം ഭാര്യ പോലുമില്ല, ഭർത്താവില്ല, മക്കളില്ല, എല്ലാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറ്റി നിർത്തി, അകറ്റി നിർത്തി. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, കഷ്ടങ്ങളിൽ ഞാൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഹിസ്കിയാവ് പ്രാർത്ഥിച്ചു, ദൈവം ആ കഷ്ടങ്ങൾ ഏറ്റവും അടുത്ത തുണയായിരുന്നു. ഹാഗർ പ്രാർത്ഥിച്ചു, മരുഭൂമി പ്രാർത്ഥിച്ചു, കഷ്ടത്തിൽ ഏറ്റവും അടുത്ത തുണയായിരുന്നു. യാക്കോബ് പ്രാർത്ഥിച്ചു, സ്വന്തം മകന് വേണ്ടി, യോസഫിന് വേണ്ടി പ്രാർത്ഥിച്ചു, ആ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരുന്നു. യാക്കോവിന്റെ അടുക്കൽ ദൈവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രിയ വിശ്വാസികളെ, നന്ദിയോട് സ്തുതിക്കുന്നപ്പോ നിങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുമെങ്കിൽ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കും. ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രം വീണാലും, അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും, അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ മുങ്ങിപ്പോയാലും നാം ഭയപ്പെടുകയില്ല. പ്രിയ വിശ്വാസികളെ, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തികളാണോ? നിങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഉറപ്പായിട്ട് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ പ്രാർത്ഥനകൾ കണ്ണുനീരോടെ ആയിരിക്കട്ടെ. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പാ, നന്ദിയോട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഒന്ന് ശമൂവേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നു, രണ്ട് വ്യക്തികളെ, പെനിന്യ, ഹനന്യ. ആ പെനിന്യ ഹന്നയെ വളരെയധികം വേദനിപ്പിച്ചുകൊണ്ടിരുന്നു, ഹന്നയ്ക്ക് മക്കളില്ലാത്തത് കൊണ്ട്. എന്നാൽ ഹന്ന ദൈവസന്നിധാലയത്തിൽ ചെന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു, വിതുമ്പി കരഞ്ഞു പ്രാർത്ഥിച്ചു. 1:20 പറയുന്നു, ആ കരഞ്ഞു പ്രാർത്ഥിച്ചു. 1 വർഷം കഴിഞ്ഞപ്പോൾ ശമൂവേൽ എന്ന ബാലനെ ദൈവം ഹന്നാക്കി നൽകി. പ്രിയ വിശ്വാസികളെ, ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പാ, നന്ദിയോട് സ്തുതിക്കുന്നു. ലോകം അറിയപ്പെടുന്ന ഹല്ലേലൂയ ശമൂവേൽ ബാലനെ ദൈവം നൽകി. സ്തോത്രം. ദൈവം അടച്ച ഗർഭപാത്രം ആലയത്തിൽ ചെന്ന് ഹന്ന കണ്ണുനീരോടെ വിതുമ്പി പ്രാർത്ഥിച്ചപ്പോൾ ആ ഗർഭപാത്രത്തെ ദൈവം തുറന്നു കൊടുത്തു. ഹല്ലേലൂയ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരിമാരുടെ ഗർഭപാത്രം ദൈവം തുറക്കുകയാണ്. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവ് എന്നോട് പറയുകയാണ്, ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പാ, നന്ദിയോട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എന്നോട് പറയാണ്, പ്രിയ സഹോദരിമാരെ, ഹല്ലേലൂയ, ഈ ദൈവത്തിന്റെ ദൂത് കേട്ടോണ്ടിരിക്കുന്ന, ഹല്ലേലൂയ, സ്തോത്രം. ചില സഹോദരിമാരോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. ശക്തിയോടെ ഏറ്റെടുത്തോ. കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്ന ദൈവദാസിമാർ ഇപ്പോൾ ഏറ്റെടുത്തോ. ഈ വചനം കേട്ടോണ്ടിരിക്കുന്ന ദാസിമാർ ഏറ്റെടുത്തോ. ഹല്ലേലൂയ. കേട്ടോണ്ടിരിക്കുന്ന 2 സ്ത്രീകളുടെ ഗർഭപാത്രം ദൈവം തുറക്കുകയാണ്. 1 വർഷം കഴിയുമ്പോൾ നിനക്കും ഒരു ശമൂവേൽ ബാലനെ കിട്ടിയിരിക്കും. ഹന്നാക്ക് ശമൂവേൽ ബാലനെ കിട്ടിയതുപോലെ നിങ്ങൾക്കും ബാലനെ കിട്ടിയിരിക്കും. ഹല്ലേലൂയ. 1 വർഷം കഴിയുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങൾക്കും ബാലനെ കിട്ടിയിരിക്കും. സ്തോത്രം. 2 ദാസിമാരുടെ ഗർഭപാത്രത്തെ ദൈവം അടച്ചു വെച്ചിരിക്കുന്ന ഗർഭപാത്രത്തെ ദൈവം ഇന്ന് രാത്രി തുറക്കുകയാണ്. ഹല്ലേലൂയ. ബർശബ മരുഭൂമിയിൽ നീരുറവ തുറന്ന ദൈവം ചില ഗർഭപാത്രങ്ങളെ തുറക്കുകയാണ്. ദൈവം യേശുവിന്റെ നാമത്തിൽ കർത്താവേ, നന്ദിയോട് സ്തുതിക്കുന്നപ്പാ, നന്ദിയോട് സ്തുതിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 35-ാം വാക്യത്തിൽ പറയുന്നു, ലാസറിന്റെ മരണം അറിഞ്ഞു യേശു അവിടെ വന്നു, കണ്ണുനീർ വാർത്തു. യേശുവിന്റെ വളരെ പ്രിയ സ്നേഹിതനായ ലാസർ മരണം അറിഞ്ഞുകൊണ്ട് ആ കല്ലറ അടുക്കൽ വരുന്നു. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 35-ാം വാക്യം, യേശു കണ്ണുനീർ വാർത്തു. അപ്പോൾ അവിടെ ഒരു ഉയർപ്പും ദൈവത്തിന്റെ മഹത്വവും വെളിപ്പെട്ടു. സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. യേശുവേ, നന്ദിയോട് സ്തുതിക്കുന്നപ്പ. വരുന്ന ആഴ്ചകളിൽ ആ വചനഭാവം നമ്മൾ ഒരു മണിക്കൂറിലും നമ്മൾ ധ്യാനിക്കും. ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ചും. വെളിപ്പാട് പുസ്തകം 21:4 നമ്മൾ വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 21:4 വായിക്കുന്നു, അവൻ അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീരെല്ലാം തുടച്ചു കളയും. കർത്താവ് യേശു ക്രിസ്തു അവൻ അവരുടെ കണ്ണിൽ നിന്നും സങ്കടപ്പെടുന്നവരുടെ, സ്തോത്രം, കരയുന്നവരുടെ, ദുഃഖിക്കുന്നവരുടെ ആ കണ്ണുകളിൽ നിന്നും എല്ലാ കണ്ണുനീരും തുടച്ചു കളയും. സ്തോത്രം. എല്ലാവർക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ വിശ്വാസികളെ എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവം, അതെ, നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുന്നു. രാജാവായ ദൈവം ഇന്നും ജീവിക്കുന്നു.
യേശു കർത്താവ് ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. കർത്താവ് യേശുവേ, ഈ ദൈവവചനം കേട്ടുകൊണ്ടിരുന്ന ഈ മക്കൾക്ക് വേണ്ടി ദാസൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ദിവസങ്ങൾ കർത്താവ് യൂട്യൂബ് ചാനലിൽ കൂടി കർത്താവെ ഇത് കേൾക്കുന്ന, ഇത് കാണുന്ന മക്കൾക്ക് വേണ്ടി ദാസൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ നന്ദിയോട് സ്തുതിക്കുന്നപ്പ. കർത്താവ് ഈ മക്കളുടെ കണ്ണുനീരുകൾ അങ്ങ് തുടയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുനീർ അങ്ങ് തുടയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഹാഗാറിന്റെ കർത്താവെ കണ്ണുനീർ തുടച്ച ദൈവം ബേർശബ മരുഭൂമിയിൽ ഒരു തുള്ളി വെള്ളം പോലുമില്ല, സ്വന്തം കുഞ്ഞിന് വെള്ളം കൊടുക്കാൻ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാനില്ലാതെ അലഞ്ഞു നടന്നപ്പോൾ ആ മരുഭൂമിയിൽ ഒരു നീരുറവ തുറന്നു കൊടുത്ത ദൈവം. സ്തോത്രം, സ്തോത്രപ്പ, ഹല്ലേലൂയ. ആ ഹാഗാറിന്റെ കണ്ണുനീർ അങ്ങ് തുടച്ച ദൈവം. സ്തോത്രപ്പ, സ്തോത്രം. കർത്താവ് യോസഫിനെ കാണാതായി വന്നപ്പോൾ യാക്കോബ് കരഞ്ഞു. സ്തോത്രം. യാക്കോബിന്റെ കണ്ണുനീർ തുടച്ച ദൈവം. കർത്താവെ നന്ദിയോട് സ്തുതിക്കുന്നു, നന്ദിയോട് സ്തുതിക്കുന്നപ്പ, നന്ദിയോട് സ്തുതിക്കുന്നു. കർത്താവെ സ്തോത്രം. ഹന്ന നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ലോകം അറിയപ്പെടുന്ന ഒരു ശമൂൽ ബാലനെ അങ്ങ് നൽകി. ഹിസ്കിയാവ് കർത്താവെ മരണ വാർത്ത അറിഞ്ഞ് കരഞ്ഞപ്പോൾ കർത്താവെ ഹിസ്കിയാവിന് ദീർഘായുസ് നൽകിയ ദൈവം, 15 വർഷം കൂടി കൂട്ടിക്കൊടുത്ത ദൈവം. കർത്താവെ ഇന്ന് ആ ദൈവജനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കൾ അവരുടെ വിഷയങ്ങളിൽ മേൽ അവരുടെ പ്രാർത്ഥന വിഷയങ്ങളിൽ മേൽ കർത്താവെ പ്രാർത്ഥിക്കുമ്പോൾ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥന വിഷയങ്ങളിലെല്ലാം കർത്താവെ അവരുടെ പ്രാർത്ഥന വിഷയങ്ങളിലെല്ലാം കർത്താവെ അങ്ങ് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. മരുഭൂമിയിൽ ഇറങ്ങിയ ദൈവത്തിന്റെ ദൂതന്മാർ ഇന്ന് ഈ മക്കളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ അങ്ങ് ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങ് തുടരണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, നസ്രായനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദാസൻ പ്രാർത്ഥിക്കുന്നു. ഈ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്ന പ്രിയ ദൈവവിശ്വാസികളെ, രോഗികളായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി ഈ ദാസൻ പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതകരമായ വിടുതലുകൾ സംഭവിച്ചിട്ടുള്ള ഒരു പ്രബോധനമായ ദൈവവചന ഭാഗമാണ്. നിങ്ങൾ രോഗികളായിട്ടിരിക്കുന്നവർ നിങ്ങളുടെ ഏത് ഭാഗത്താണോ രോഗം കാണുന്നത്, അവിടെ നിങ്ങളുടെ വലത് കരം വെക്കാം. ഈ ദാസൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവ് യേശുവേ, ഈ ദാസൻ ഈ മക്കൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്ര, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഡോക്ടർ വിധി എഴുതിയ ആ റെക്കോർഡ്സിനെ ഒരു വ്യക്തിക്ക് ഡോക്ടർ റെക്കോർഡ് എഴുതി രക്ഷയില്ല എന്നാൽ നമ്മുടെ രക്ഷകനായ ദൈവം ആ ഡോക്ടറുടെ റെക്കോർഡിനെ ദൈവം തിരുത്തി എഴുതുന്നു. പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. നിനക്ക് രക്ഷയില്ല, നിന്റെ രോഗത്തിന് സൗഖ്യമില്ല എന്ന് ഡോക്ടർ എഴുതിയ രേഖയെ ദൈവം തിരുത്തുന്നു. ഇന്ന് രാത്രി ദൈവവചനം കേട്ടോണ്ടിരിക്കുമ്പോൾ തിരുത്തുന്നു. ആ ഡോക്ടർ വീണ്ടും ചോദിക്കുന്നത് ഇത് എങ്ങനെ സംഭവിച്ചു? മരുന്നിനെ കൊണ്ട് അസാധ്യം, ഡോക്ടറെ കൊണ്ട് അസാധ്യം, ദൈവത്തെ കൊണ്ട് എല്ലാം സാധ്യം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവേ കരങ്ങൾ വെച്ചിരിക്കുന്ന ഈ മക്കളെ കണ്ടല്ലോ കർത്താവേ. അങ്ങയുടെ ആണിപ്പാടാർന്ന കരങ്ങൾ കൊണ്ട് ഈ മക്കളെ തുറന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചോ. ഹാഗാർ കണ്ണുനീരോട് പ്രാർത്ഥിച്ചതുപോലെ, ഹിസ്കിയാവ് കണ്ണുനീരോട് പ്രാർത്ഥിച്ചതുപോലെ, ഹല്ലേലൂയ, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചോ. ഹന്ന കണ്ണുനീരോടെ പ്രാർത്ഥിച്ചതുപോലെ, വിതുമ്പി കണ്ണുനീരോട് പ്രാർത്ഥിച്ചതുപോലെ. പ്രിയ ദൈവവിശ്വാസികളെ, നിങ്ങൾ രോഗികളായിട്ടിരിക്കുകയാണോ? തകർന്ന അവസ്ഥയിലിരിക്കുകയാണോ? സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണോ? ജോലിയില്ലാത്ത അവസ്ഥയിലിരിക്കുകയാണോ? ഏത് വിഷയത്തിൽ മേലാണോ നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്നത്? ആ ഭാരത്തെ ഓർത്ത്, ദുഃഖത്തെ ഓർത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചോ. ദൈവം നിങ്ങളെ തൊടാൻ പോണ സമയമാണ്.
ക്രിസ്തു